പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർക്ക് സ്നാനം നൽകുവിൻ. ഇതാ ഞാൻ യുഗാവസാനത്തോളവും നിങ്ങളോടുകൂടെയുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സഭാ നേതാവ് സ്നാനത്തെക്കുറിച്ച് എന്ത് പഠിപ്പിക്കുന്നുവോ പഠിപ്പിക്കാതിരിക്കുന്നുവോ ഇതല്ല ഒരു ക്രിസ്ത്യാനിയുടെ അടിസ്ഥാനം, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. മറിച്ച് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അനുസരിക്കുക എന്നുള്ളതാണ്. പലരും ഇന്ന് പോപ്പിനെയും സഭാ നേതാക്കന്മാരെയും പേടിച്ച് അവരെ അനുസരിക്കുവാനായി തീരുമാനിക്കുന്നു. എന്നാൽ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് മാനുഷികമായ ഭയം ഒരു കെണിയാണ്. എല്ലാ അധികാരങ്ങളും പ്രാപിച്ച ക്രിസ്തുവാണ് പറഞ്ഞത്, വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കാൻ രക്ഷിക്കപ്പെടും. അപ്പോൾ സ്നാനത്തിന് അടിസ്ഥാനമായ ആദ്യത്തെ യോഗ്യത വിശ്വാസമാണ്. ഇനി സ്നാനപ്പെടണമെങ്കിൽ രണ്ടാമത്തെ യോഗ്യത ക്രിസ്തുവിൻ്റെ ശിഷ്യനാകുവാൻ മനസ്സുള്ളവനായി തീരുക എന്നുള്ളതാണ്. നാം നേരത്തെ കേട്ടതാണ് അത്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പറയുകയാണ്, നിങ്ങൾ സകല ജനതകളെ ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് സ്നാനം നൽകുവിൻ. അപ്പോൾ ഒരുവന് ശിഷ്യനാകുവാനുള്ള മനസ്സുണ്ടായിരിക്കണം. ആരാണ് ഈ ശിഷ്യൻ? യേശുക്രിസ്തു പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. എന്നേക്കാൾ ഉപരിയായി അപ്പനെയോ അമ്മയെയോ വസ്തുവകകളെയോ സഹോദരങ്ങളെയോ പ്രിയപ്പെടുന്നവൻ എൻ്റെ ശിഷ്യനായിരിക്കുവാൻ യോഗ്യനല്ല. അങ്ങനെ തന്നെ നിങ്ങൾക്കുള്ളതെല്ലാം വിട്ടുപിരിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല എന്ന് യേശുക്രിസ്തു പറഞ്ഞു. അതുകൊണ്ട് ശിഷ്യനാകുവാൻ മനസ്സുള്ളവരെ സ്നാനപ്പെടുത്തുവാനാണ് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും പ്രാപിച്ച യേശുക്രിസ്തു കൽപ്പിച്ചത്. ഈ കാര്യം നാം വളരെ വ്യക്തമായി ഓർക്കണം. ഇന്ന് പലപ്പോഴും സ്നാനം സ്വീകരിച്ച പലരും, അതായത് ശിശുസ്നാനം സ്വീകരിച്ച പലരും വളർന്ന് വലുതായി ആരാണ് യേശു, എന്താണ് സുവിശേഷം എന്നറിയാതെ പെരുന്നാളും മദ്യപാനവും വിഗ്രഹാരാധനയും സ്വരൂപവണക്കവും ഒക്കെയായി ക്രിസ്തുവിൻ്റെ നാമത്തിന് അപമാനം വരുത്തുന്ന രീതിയിൽ ജീവിക്കുന്ന ധാരാളം പേരുണ്ട്. എന്നാൽ വിശുദ്ധ ബൈബിൾ പറയുന്നത് ശിശുവിനെ സ്നാനപ്പെടുത്താനല്ല, വിശ്വാസമില്ലാത്ത മുതിർന്ന ഒരു വ്യക്തിയെയും സ്നാനപ്പെടുത്താനല്ല ബൈബിൾ പറയുന്നത്. മറിച്ച് വിശ്വസിച്ചവരെ സ്നാനപ്പെടുത്തുവാൻ, ശിഷ്യനാകുവാൻ, മനസ്സുള്ളവനെ സ്നാനപ്പെടുത്തുവാനാണ് പറയുന്നത്. ആ ഒരു കൽപ്പനകൾ ക്രൈസ്തവ സഭകൾ അംഗീകരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ക്രൈസ്തവ സഭകൾ കണ്ടുപിടിച്ചിട്ടുള്ള ചില പാരമ്പര്യ ക്രൈസ്തവ സഭകൾ, ഉദാഹരണത്തിന് കത്തോലിക്ക സഭ, യാക്കോബ സഭ, CSI സഭ, മർത്തോമ സഭ, ഈ സഭയെല്ലാം ശിശുസ്നാനമാണ് നടത്തുന്നത്. എന്നാൽ സഭകൾ അവരുടെ പാരമ്പര്യങ്ങളല്ല പിന്തുടരേണ്ടത്. സഭകൾ പിന്തുടരേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിനെയും യേശുക്രിസ്തുവിൻ്റെ കൽപ്പനയെയുമാണ്. ഇന്ന് പലരും അവരുടെ സഭാ പാരമ്പര്യത്തിന് കോട്ടം തട്ടുമോ എന്ന് ഭയന്ന് ശിശുസ്നാനത്തെ ന്യായീകരിക്കാൻ വേണ്ടി ധാരാളം ദുരുപദേശങ്ങൾ പ്രചരിപ്പിക്കുന്നു. അങ്ങനെ അവർ പാപത്തിന് മീതെ പാപം കൂട്ടുകയാണ്. നാം ഇവിടെ ഒരു സഭാ സംഘടനയുടെ വക്താവാകരുത്. ഒരു സഭാ സംഘടനയുടെ പ്രചാരകനായാൽ ക്രിസ്തുവിൻ്റെ അംഗീകാരം നമുക്ക് എങ്ങനെ ലഭിക്കും? നമുക്ക് ലഭിക്കേണ്ടത് കർത്താവിൻ്റെ അംഗീകാരം മാത്രമാണ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ നാം നേരത്തെ വായിച്ചു കേട്ട് കഴിഞ്ഞതാണ്, ക്രിസ്തുവിൻ്റെ ശിഷ്യനാകുവാൻ മനസ്സുള്ളവനെ സ്നാനപ്പെടുത്തുക. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 22-ാം അധ്യായത്തിൽ അപ്പസ്തോലനായ പത്രോസ് നടത്തുന്ന ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം കേട്ടവർക്കെല്ലാം കുറ്റബോധമുണ്ടായി. അവർക്ക് മനസ്സിലായി, ക്രിസ്തുവിനെ ഞങ്ങൾ ക്രൂശിച്ചു, ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു. അപ്പോൾ ഹൃദയം നുറുങ്ങിക്കൊണ്ട് അവർ ചോദിക്കുകയാണ്, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ പത്രോസ് പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. അവരോട് പറയുന്നത്, നിങ്ങൾ ആദ്യമേ തന്നെ സ്നാനപ്പെടണമെന്നല്ല, നിങ്ങൾ പശ്ചാത്തപിക്കണം, നിങ്ങൾ മാനസാന്തരപ്പെടണം. അതിനുശേഷമാണ് നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കേണ്ടത്. അപ്പോൾ സ്നാനത്തിന് വേണ്ട മൂന്നാമത്തെ യോഗ്യത, സ്നാനാർത്ഥിക്ക് വേണ്ട മൂന്നാമത്തെ യോഗ്യത മാനസാന്തരമാണ്. ശിശുവിനെ സ്നാനപ്പെടുത്തണമോ മുതിർന്നവനെ സ്നാനപ്പെടുത്തണമോ എന്നുള്ള തർക്കങ്ങൾക്കൊന്നും പ്രസക്തിയേയില്ല. ഒരുവൻ മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ, യേശുവിൻ്റെ ശിഷ്യനാകുവാൻ അവന് മനസ്സുണ്ടോ, സുവിശേഷം അവൻ പൂർണ്ണ ഹൃദയത്തോടെ അംഗീകരിച്ചിട്ടുണ്ടോ, ഇതാണ് സ്നാനപ്പെടുവാനുള്ള അടിസ്ഥാനമായ യോഗ്യത. പ്രിയമുള്ളവരെ, ഇന്ന് പലരും സ്നാനം സ്വീകരിച്ച പലരും,
അതായത് ശിശുസ്നാനം സ്വീകരിച്ച പലരും മാനസാന്തരമില്ലാതെ എന്തെല്ലാം വൃത്തികേടുകളാണ് കാട്ടിക്കൂട്ടുന്നത്. എല്ലാവരെയും കുറിച്ചല്ല പറയുന്നത്, എന്നാൽ മാനസാന്തരപ്പെട്ടവരെ മാത്രം സ്നാനപ്പെടുത്തുക. എഴുതിയിരിക്കുന്ന അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 37-38 വാക്യങ്ങളിലാണ്. ആ ആദിമ ക്രൈസ്തവ സഭയിൽ പിന്തുടർന്ന അതേ രീതി തന്നെ ഇന്ന് എല്ലാ ക്രൈസ്തവ സഭകളും പിന്തുടർന്നിരുന്നുവെങ്കിൽ മാനസാന്തരപ്പെടാതെ പേരിന് മാത്രം ക്രിസ്ത്യാനികളായി ജീവിക്കുന്ന ഒരു പ്രത്യേക വിഭാഗം ഉണ്ടാകുമായിരുന്നില്ല. മാനസാന്തരപ്പെട്ടവരെ സ്നാനപ്പെടുത്താൻ മാത്രമാണ് പരിശുദ്ധാത്മാവ് ഇന്നും നിർബന്ധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ, യേശുവിനെ ശിഷ്യനാകാൻ മനസ്സുള്ള വ്യക്തിയാണെങ്കിൽ, മാനസാന്തരപ്പെടുവാൻ പൂർണ്ണ ആഗ്രഹവും അതിനുള്ള ഒരുക്കവും താല്പര്യവും പഴയ പാപജീവിതത്തോട് വിട പറയുവാൻ ആഗ്രഹമുള്ളൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് സ്നാനപ്പെടാനുള്ള യോഗ്യതയുണ്ട്. നിങ്ങൾ ജനിച്ചു വളർന്ന സഭ സ്നാനത്തിന് വിരോധമോ അനുകൂലമോ, ശിശുസ്നാനത്തിന് അനുകൂലമോ പ്രതികൂലമോ എന്നുള്ളതൊന്നല്ല വിഷയം. നമുക്ക് ജീവൻ തന്ന കർത്താവായ യേശുവിനെ അനുസരിക്കുക എന്നുള്ളതാണ് വിഷയം. മാനുഷിക ഭയം ഒരു കെണിയാണ്. അതുകൊണ്ട് അന്നത്തെ കാലത്ത് ദൈവത്തിൻ്റെ വചനം പാലിക്കുവാൻ തടസ്സമായി നിന്നിരുന്നത് പാരമ്പര്യങ്ങളായിരുന്നു. അതുകൊണ്ട് കർത്താവ് അവരോട് വ്യക്തമായി പറഞ്ഞു, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, അവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകലെയാണ്. അവർ മാനുഷികമായ പ്രമാണങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ എന്ന പോലെ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വെറുതെയാണ് അവർ ആരാധിക്കുന്നത്. ഇന്ന് അനേകരുടെ ആരാധന വെറുതെയാണ്. അവർ പ്രാർത്ഥിക്കാൻ സമയം കുറേ എടുക്കുന്നുണ്ട്, പക്ഷേ മാനുഷികമായ പാരമ്പര്യങ്ങളെ പിന്തുടരുന്നത് കൊണ്ട് അവരുടെ ആരാധന വൃഥാവായി തീരുകയാണ്. അതുകൊണ്ട് ഇന്ന് ഈ തിരുവചനം കേൾക്കുന്ന ആരുടെയും ആരാധന വെറുതെയായി പോകരുത്, പാഴായി പോകരുത്. യേശുക്രിസ്തു പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും. സ്നാനത്തിൻ്റെ കാര്യം വരുമ്പോൾ അനേകർക്ക് മുഖം കറുക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ക്രിസ്തുവിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹമില്ലാത്തത് കൊണ്ടാണ്. പലരും ഇന്ന് ക്രിസ്തുവിനേക്കാളും കൂടുതൽ സ്നേഹിക്കുന്നത് അവർ ജനിച്ചു വളർന്ന സഭയെ, അതിൻ്റെ പാരമ്പര്യത്തെ, അതിലെ പുരോഹിതന്മാരെ, അതിലെ കൂദാശകളെ, അനുഷ്ഠാനങ്ങൾ, അതിൻ്റെ സംവിധാനങ്ങളെയാണ്. ഇത് നിമിത്തം അവർക്ക് ക്രിസ്തുവിൻ്റെ നിർമ്മലമായ വചനങ്ങൾ ഹൃദയത്തിൽ കടക്കുവാൻ വല്ലാത്തൊരു പ്രതിബന്ധം. എന്നാൽ ഒരുവൻ ആത്മാർത്ഥമായി, എനിക്ക് സഭാ സംഘടനയല്ല, ഞാൻ ജനിച്ചു വളർന്ന സഭയിലെ നേതാക്കളുമല്ല എനിക്ക് വേണ്ടി സ്വന്തം രക്തം ചിന്തി മരിച്ചത്, എൻ്റെ പാപത്തിൻ്റെ മോചനത്തിന് വേണ്ടി അവസാനത്തുള്ളി രക്തവും ചിന്തി മരിച്ചത് എൻ്റെ കർത്താവായ യേശുവാണ്. അതുകൊണ്ട് ഞാൻ സകലത്തേക്കാൾ ഉപരിയായി, എൻ്റെ പാരമ്പര്യത്തെക്കാളും സംസ്കാരത്തെക്കാളും എന്നെക്കാൾ ഉപരിയായിട്ട് ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് സ്നാനപ്പെടുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അവർ തീർച്ചയായും കർത്താവിൻ്റെ കൽപ്പനയായ സ്നാനം സ്വീകരിക്കുന്നത് സന്തോഷത്തോടു കൂടിയായിരിക്കും. നാം അപ്പസ്തോല പ്രവർത്തനങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു ഭാഗത്ത് പോലും ശിശുസ്നാനം അതിൻ്റെ ഒരു പേര് പോലും രേഖപ്പെടുത്തിയിട്ടില്ല. അവിടെയെല്ലാം നാം കാണുന്നത് സുവിശേഷ അപ്പസ്തോലന്മാർ പ്രസംഗിക്കുന്നു, കേട്ടവർ വിശ്വസിക്കുന്നു, വിശ്വസിച്ചവർ സ്നാനപ്പെടുന്നു, വിശ്വസിക്കാത്തവർ സ്നാനപ്പെടുന്നതുമില്ല. ഇത് തന്നെയായിരിക്കണം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെയും സ്നാനത്തിനുള്ള ഏക മാർഗനിർദ്ദേശം. നാം സ്നാനത്തെക്കുറിച്ച് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ സഭാ പാരമ്പര്യങ്ങൾ എന്തു പറയുന്നു എന്നതിൻ്റെ പുറകെ നോക്കാതെ സ്നാനത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ എന്താണ് കൽപ്പിക്കുന്നത് അതാണ് നാം വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. ഇനിയും നമുക്ക് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായത്തിലൊരു സംഭവമുണ്ട്. അവിടെ ഒരു ഷണ്ടൻ്റെ സ്നാനം. അദ്ദേഹം ഒരു മന്ത്രിയായിരുന്നു, എത്യോപ്യക്കാരനായ ഒരു ധനകാര്യമന്ത്രി. അദ്ദേഹം തേരിലിരുന്നു കൊണ്ട് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുകയായിരുന്നു. ഭക്തനായ മനുഷ്യൻ. അത് വായിച്ചെങ്കിലും അദ്ദേഹത്തിന് അതിൽ എഴുതിയിരിക്കുന്ന കാര്യം മനസ്സിലായില്ല. അദ്ദേഹം വായിച്ചു കൊണ്ടിരുന്നത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇന്ന് നമ്മൾ വായിക്കുന്ന 53-ാം അധ്യായമാണ്. അതിൽ ക്രിസ്തുവിൻ്റെ മരണത്തെയും ക്രൂശീകരണത്തെയും കുറിച്ചെല്ലാം പറയുന്നുണ്ട്. ആ ഭാഗം ഈ മന്ത്രി വായിക്കുന്നെങ്കിലും അത് മനസ്സിലായില്ല. അപ്പോഴാണ് പീലിപ്പോസ് ആ തേരിൻ്റെ അടുത്തേക്ക് ചെന്നത്. അപ്പോൾ പീലിപ്പോസ് ചോദിക്കുകയാണ്, നീ വായിക്കുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഒരുവൻ ഇതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കി തരാഞ്ഞാൽ, ഇതിൻ്റെ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എനിക്ക് എങ്ങനെ ഗ്രഹിക്കാൻ സാധിക്കും? അങ്ങനെ ആ ഷണ്ടൻ, ആ മന്ത്രി ഈ പീലിപ്പോസിനെ തൻ്റെ തേരിൽ കയറ്റിയിരുത്തുകയാണ്. അങ്ങനെ ഈ വായിച്ചതിൻ്റെ അർത്ഥം ഈ സുവിശേഷകനായ പീലിപ്പോസ് ഷണ്ടന് വ്യക്തമാക്കി കൊടുക്കുകയാണ്. ക്രിസ്തു മരിച്ചത്, അടക്കപ്പെട്ടത്, ഉയർത്തെഴുന്നേറ്റത് നമ്മുടെ എല്ലാവരുടെയും വ്യക്തിപരമായ പാപങ്ങളുടെ മോചനത്തിനാണ്. ആ ലളിതമായ സന്ദേശം വ്യക്തമാക്കി കൊടുത്തപ്പോൾ
ഈ ഷണ്ഡൻ ചോദിക്കുകയാണ്. അവർ അങ്ങനെ നടന്നു പോകുമ്പോൾ വെള്ളമുള്ളൊരു സ്ഥലത്തെത്തി. അപ്പോൾ വെള്ളമുള്ള സ്ഥലം കണ്ടപ്പോൾ ഈ ഷണ്ഡൻ ചോദിക്കുകയാണ്, ആരുടെയും നിർബന്ധം കൂടാതെ, പീലിപ്പോസിൻ്റെയോ വേറെ ഒരു പരപ്രേരണയോ ഒന്നുമില്ലാതെ, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്താണ് വിരോധം, എന്താണ് തടസ്സം? നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം. ഞാൻ പറഞ്ഞതുകൊണ്ടോ എൻ്റെ നിർബന്ധം കൊണ്ടോ ആകരുത്. നിനക്ക് പൂർണ്ണ വിശ്വാസമുണ്ടോ എങ്കിലാകാം. അപ്പോൾ ഈ ഷണ്ഡൻ പറയുകയാണ്, ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തേര് നിർത്തി രണ്ടുപേരും വെള്ളത്തിലിറങ്ങി ഈ പീലിപ്പോസ് ഷണ്ഡനെ സ്നാനപ്പെടുത്തുന്നു. അപ്പോൾ ഇവിടെ ഈ കാര്യം ഉദ്ധരിച്ചത് സ്നാനപ്പെടുവാനുള്ള 4ാമത്തെ യോഗ്യത ഇതാണ്. സ്നാനപ്പെടുന്ന വ്യക്തി എനിക്ക് സ്നാനം വേണമെന്ന് ആവശ്യപ്പെടുന്നവനായിരിക്കണം. അല്ലാതെ അതിനായിട്ട് താല്പര്യമില്ലാത്തൊരു വ്യക്തി ഒരിക്കലും സ്നാനപ്പെടുത്തരുത്. മാത്രമല്ല, ഒരിക്കലും ഒരു ശിശുവിനെ സ്നാനപ്പെടുത്താൻ പാടില്ല. കാരണം ശിശുവിന് തിരിച്ചറിവില്ല. എന്തിനാണ് സ്നാനം, ഇതിൻ്റെ പ്രാധാന്യമൊന്നും ശിശുവിന് അറിയുകയില്ല. എന്നാൽ സുവിശേഷത്തെ ഒരുവൻ അംഗീകരിക്കുകയും ഒരുവൻ തൻ്റെ ജീവിതം മുഴുവൻ ഇനി യേശുക്രിസ്തുവിന് മാത്രമായിട്ട് ജീവിക്കാനായിട്ട് സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ അപ്പോൾ മാത്രമാണ് സ്നാനപ്പെടേണ്ടത്. അപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, സ്നാനത്തിന് വേണ്ട അടിസ്ഥാന 4 യോഗ്യതകൾ. 1, സുവിശേഷത്തിൽ വിശ്വസിച്ചവനായിരിക്കണം. 2, ക്രിസ്തുവിന് ശിഷ്യനാകുവാനുള്ള സമർപ്പണം അവനുണ്ടായിരിക്കണം. 3, അവൻ മാനസാന്തരപ്പെട്ടവനായിരിക്കണം. 4, സ്നാനം എനിക്ക് വേണം എന്ന് ആവശ്യപ്പെടുന്നവനായിരിക്കണം. ഈ 4 ഘടകങ്ങളും, ഈ 4 അടിസ്ഥാന യോഗ്യതകളും ശിശുസ്നാനത്തിൽ നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനിയും സ്നാനത്തിൻ്റെ അടുത്ത യോഗ്യതയെക്കുറിച്ച് പറയുന്നത് പത്രോസ് ശ്ലീഹ എഴുതിയ ലേഖനത്തിലാണ്. 1 പത്രോസ് 3:20 തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ സ്നാനത്തെ പഴയ നിയമത്തിലെ ഒരു സംഭവമായിട്ടാണ് സാദൃശ്യപ്പെടുത്തിയിട്ടുള്ളത്. അതായത് നോഹയുടെ കാലത്ത് ജനമൊന്നും വചനം കേട്ടില്ല. നോഹ നീതിപ്രസംഗിയായിരുന്നു. മാനസാന്തരപ്പെടണമെന്ന് അനേക വർഷങ്ങൾ അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ ആരും മാനസാന്തരപ്പെട്ടില്ല. അവർ കൂടുതൽ വഷളന്മാരായി. ഈ വഷളത്വം നിറഞ്ഞ ആ ഭൂമിയെ നശിപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചു. എന്നാൽ നോഹ നീതിമാനായിരുന്നു. അതുകൊണ്ട് നോഹയെയും കുടുംബത്തെയും രക്ഷിക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. നോഹയോട് ദൈവം പറഞ്ഞു, നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. അവന് പെട്ടകം ഉണ്ടാക്കി. കാരണം ദൈവത്തെ അനുസരിക്കുന്ന വ്യക്തിയാണല്ലോ. പെട്ടകം ഉണ്ടാക്കിയതിന് ശേഷം നോഹയും കുടുംബാംഗങ്ങളും അതിൽ കയറി. ദൈവം തന്നെ ആ പെട്ടകത്തിൻ്റെ വാതിലടച്ചു. തുടർന്ന് ശക്തമായ മഴ, നിർത്താതെയുള്ള മഴ ദിവസങ്ങളോളം തുടരുകയാണ്. എല്ലാ അഹങ്കാരികളും രക്ഷപ്പെടുവാൻ സാധിക്കാതെ മരിച്ചു. ഈ സംഭവത്തെയാണ് സ്നാനത്തോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. അതവിടെ പറയുന്നത്, സ്നാനമോ ഇപ്പോൾ നിങ്ങളെ രക്ഷിക്കുന്നു. സ്നാനം നിങ്ങളുടെ ശരീരത്തിൻ്റെ മാലിന്യങ്ങളെ കളയാനുള്ളതല്ല, മറിച്ച് നിർമ്മല മനസാക്ഷിക്കായി ദൈവത്തോടുള്ള അപേക്ഷയായിട്ട് അത്ര ഇരിക്കുന്നത്. ഈ മാമോദീസ അല്ലെങ്കിൽ സ്നാനം അത് ശരീരത്തിൻ്റെ അഴുക്ക് കളയാനായിട്ടുള്ളതല്ല, മറിച്ച് നിർമ്മല മനസാക്ഷിക്കായി ദൈവത്തോടുള്ള അപേക്ഷയായിട്ടാണ് ഇരിക്കുന്നത് എന്ന് 1 പത്രോസ് 3:21 കാണാൻ സാധിക്കും. അപ്പോൾ സ്നാനത്തിൻ്റെ ആ സ്നാനപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ട 5ാമത്തെ യോഗ്യത നിർമ്മല മനസാക്ഷിക്കായിട്ടുള്ള ഒരു വാഞ്ച അവനുണ്ടായിരിക്കണം. ഇങ്ങനെ ഈ 5 യോഗ്യതകളും ഇല്ലാത്തൊരു വ്യക്തിയെ സ്നാനപ്പെടുത്താൻ പാടില്ല. വാസ്തവത്തിൽ കേവലം വിശ്വാസം മാത്രം പോരാ, മറ്റു യോഗ്യതകളും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് സ്നാനപ്പെടേണ്ട ഒരു വ്യക്തി, ഞാൻ കത്തോലിക്ക സഭയിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ പെന്തക്കോസ് സഭയിലാണ് നിൽക്കുന്നത്, മർത്തോമ സഭയിലാണ് നിൽക്കുന്നത്, ഈ ചിന്തകളെല്ലാം മാറ്റിവെക്കണം. സഭകൾ ഓരോ ഉപദേശങ്ങൾ പഠിപ്പിച്ചു എന്ന് വരാം. എന്നാൽ കർത്താവ് പറഞ്ഞു, എൻ്റെ വചനം കേട്ട് അവ പാലിക്കുന്നവൻ പാറയിൽ വീട് പണിത ബുദ്ധിമാനായ മനുഷ്യന് തുല്യനാണ്. സഭകളൊക്കെ വളരാം, പിളരാം, തകരാം, യാതൊരു ഗ്യാരണ്ടിയുമില്ല. എന്നാൽ ആകാശവും ഭൂമിയും മാറിയാലും എൻ്റെ വചനങ്ങൾക്ക് മാറ്റം വരികയില്ല. അതുകൊണ്ട് സ്നാനപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികളും സ്നാനത്തെക്കുറിച്ച് ഓരോ സഭാ നേതാക്കൾ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാതെ സ്നാനത്തിന് കൽപ്പന നൽകിയ കർത്താവായ യേശുക്രിസ്തു സ്നാനത്തെക്കുറിച്ച് എന്താണ് പഠിപ്പിക്കുന്നത് അത് മനസ്സിലാക്കുവാൻ വിശുദ്ധ ബൈബിളിലേക്ക് വരണം. ഇനി ചിലർ പറയുന്നത്, സ്നാനപ്പെടാതെ ഒരു ശിശു മരിച്ചാൽ ശിശു നരകത്തിലെത്തിയാലോ, അതുകൊണ്ട് കുട്ടികൾക്ക് സ്നാനം കൊടുക്കാമെന്നാണ്. ഇതൊരു മാനുഷികമായ യുക്തിയാണ്. കാരണം സ്നാനം ആർക്കാണ് വേണ്ടത് എന്ന്, അതിൻ്റെ യോഗ്യത എന്താണെന്ന് നാം നേരത്തെ വ്യക്തമായിട്ട് കേട്ട് കഴിഞ്ഞു.
യേശു ഒരിക്കലും ശിശുക്കളെ സ്നാനപ്പെടുത്തിയില്ല, ശിശുക്കളോട് സ്നാനപ്പെടാനും ആവശ്യപ്പെട്ടില്ല. യേശു ശിശുക്കളെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് മുതിർന്നവരോട് പറയുകയാണ്, ഇവരെ പോലെ ഉള്ളവർക്കാണ് ദൈവരാജ്യം. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. ഇങ്ങനെയുള്ളവർക്കുള്ളതാണ് ദൈവരാജ്യം. അപ്പോൾ ഒരു ശിശുവിനെ സ്നാനപ്പെടുത്തുക അതല്ല. കാരണം ശിശുവിനെ സംബന്ധിച്ചിടത്തോളം മാനസാന്തരത്തിൻ്റെ ആവശ്യമില്ല. കാരണം ശിശു മനഃപൂർവ്വം പാപം ചെയ്യുന്നില്ല. അതുകൊണ്ട് അപ്പസ്തോല പ്രവർത്തനങ്ങൾ പറയുന്നത് അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല. ആകയാൽ ഇപ്പോഴെല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെടണമെന്നാണ് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നത്. അതുകൊണ്ട് ശിശുവിൻ്റെ ആത്മരക്ഷയെക്കുറിച്ച് നാം വ്യാകുലപ്പെടേണ്ട. എന്നാൽ മാനസാന്തരപ്പെടാൻ മനസ്സുണ്ടായിട്ട് മാനസാന്തരപ്പെടാതെ, സുവിശേഷത്തിൻ്റെ സത്യങ്ങൾ കേട്ട് അംഗീകരിക്കാൻ കഴിയാതെ ഒരുവൻ സ്നാനപ്പെടാതെ നടക്കുന്നുവെങ്കിൽ അവൻ തൻ്റെ അവസ്ഥയെ ഓർത്തിട്ടാണ് ഭയപ്പെടേണ്ടത്. അല്ലാതെ സ്നാനപ്പെടാത്ത ശിശുക്കളെ ഓർത്തിട്ട് ആരും വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. ഇനി മറ്റൊന്ന്, സ്നാനപ്പെടുമ്പോൾ ജലത്തിൽ പൂർണ്ണമായിട്ട് മുങ്ങണോ അതോ അല്പം വെള്ളം തലയിൽ തെളിച്ചാൽ മതിയോ? പാരമ്പര്യ സഭകൾ ചെയ്യുന്നത് പൂർണ്ണമായിട്ട് ഒരു ശിശുവിനെ വെള്ളത്തിൽ മുക്കാറില്ല, മറിച്ച് അല്പം വെള്ളം ശിരസിൽ ഒഴിക്കുകയാണ്. കത്തോലിക്ക സഭയിലൊക്കെ അതാണ് പതിവ്. അതിനൊത്തിരി ന്യായീകരണങ്ങളും അവർ പറഞ്ഞു എന്ന് വരാം. പക്ഷേ ഒന്നാമത് ശിശു സ്നാനം തന്നെ വചനവിരുദ്ധം. അപ്പോൾ പിന്നെ ആ ശിശുവിനെ സ്നാനപ്പെടുത്തുന്ന വിധവും വചനവിരുദ്ധമായതിൽ യാതൊരു അത്ഭുതവുമില്ല. സ്നാനം എങ്ങനെ നടന്നു, സ്നാനത്തിൻ്റെ വിധത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 3:16 സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്നും കയറി എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് യോർദാൻ നദിയിൽ യേശുക്രിസ്തു വരുന്നു. ആ യോർദാൻ നദിയിൽ യേശുക്രിസ്തു സ്നാനമേൽക്കുന്നത് മുങ്ങിക്കൊണ്ടാണ്, ജലത്തിൽ മുങ്ങിക്കൊണ്ടാണ്. കത്തോലിക്ക സഭയിൽ ആ ഒരു ചിത്രം തെറ്റായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. കാരണം സ്നാപയോഹന്നാൻ ഒരു കയ്യിൽ അല്പം വെള്ളം വെച്ച് മുങ്ങാതെ നിൽക്കുന്ന യേശുവിൻ്റെ തലയിൽ അല്പം വെള്ളം ഒഴിക്കുന്നത്. കാരണം ഇന്നത്തെ ശിശു സ്നാനത്തിന് ന്യായീകരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയല്ല അവിടെ സംഭവിച്ചത്. ഒരു കയ്യിൽ അല്പം വെള്ളം കൊണ്ടാണ് സ്നാനപ്പെടുത്തേണ്ടത് എങ്കിൽ ഈ വെള്ളത്തിൽ മുങ്ങേണ്ട കാര്യമില്ല. ഒരു കുടത്തിൽ അല്പം വെള്ളമെടുത്ത് തലയിൽ ഒഴിച്ചാൽ മതിയല്ലോ. പക്ഷേ ജലത്തിൽ പൂർണ്ണമായിട്ട് മുങ്ങണം. അതുകൊണ്ടാണ് ഈ യോർദാൻ നദിയിൽ ഇറങ്ങിയത്. അപ്പോൾ ഒന്ന്, ബൈബിൾ സ്നാനത്തിന് പറയുന്ന നിർദ്ദേശം ഇതാണ്: സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്നും കയറി. ഇപ്പോൾ വെള്ളത്തിൽ നിന്നും കയറണമെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങാതെ കയറാൻ സാധിക്കുകയില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ കർത്താവ് തന്നെ വെള്ളത്തിൽ മുങ്ങി സ്നാനമേറ്റതുകൊണ്ട് നാമും വെള്ളത്തിൽ മുങ്ങി സ്നാനമേൽക്കണം. അപ്രകാരം സ്നാനമേൽക്കുവാൻ ഈ എളിയവനും കൃപ നൽകിയതുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇനിയും അപ്പസ്തോല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായത്തിൽ 38 മുതൽ 39 വരെ വായിക്കുമ്പോൾ, അവർ ഇരുവരും വെള്ളത്തിലിറങ്ങി ഫിലിപ്പോസ് ഷണ്ഡന് സ്നാനം നൽകി അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ. നേരത്തെ പറഞ്ഞ സംഭവമാണിത്. അപ്പസ്തോലനായ പീലിപ്പോസ്, സുവിശേഷകനായ പീലിപ്പോസ് സുവിശേഷം പറയുന്നു. ഷണ്ഡൻ അത് ഉൾക്കൊള്ളുന്നു. ഷണ്ഡൻ ചോദിക്കുന്നു, ഇതാ വെള്ളം, ഞാൻ സ്നാനപ്പെടാൻ എന്താണ് വിരോധം? അങ്ങനെ അവർ തേർ നിർത്തി രണ്ടുപേരും വെള്ളത്തിലിറങ്ങി. എന്തിനാണ് രണ്ടുപേരും വെള്ളത്തിലിറങ്ങുന്നത്? ഈ വെള്ളത്തിൽ പൂർണ്ണമായി മുങ്ങേണ്ട ആവശ്യമില്ല എങ്കിൽ ഒരുപക്ഷെ തേരിൽ യാത്ര ചെയ്യുന്ന ആ ഷണ്ഡൻ ഒരു തുരുത്തിയിൽ അല്പം വെള്ളമെല്ലാം ദാഹിക്കുമ്പോൾ കുടിക്കാൻ അതിനായിട്ട് സ്റ്റോക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരല്പം വെള്ളം മാത്രം മതിയെങ്കിൽ തേരിൽ ഇരുന്ന് തന്നെ സ്നാനം എന്ന ചടങ്ങ് നടത്താമായിരുന്നു. എന്നാൽ അങ്ങനെ ഓരോരുത്തർക്ക് ബോധിച്ച വിധം നടത്തേണ്ടതല്ല ഈ സ്നാനം. അതിന് ദൈവം ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. അത് ജലത്തിൽ പൂർണ്ണമായി മുങ്ങുക എന്നുള്ളതാണ്. ഇനിയും നാം യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:23 ഐനോനിൽ ധാരാളം വെള്ളമുള്ളത് കൊണ്ട് സ്നാനം നടത്തിയെന്ന് എഴുതിയിരിക്കുന്നു. ഐനോനിൽ ധാരാളം വെള്ളമുള്ളത് കൊണ്ട് സ്നാനം നടത്തി. അപ്പോൾ ധാരാളം വെള്ളമുള്ള സ്ഥലം നോക്കിയാണ് സ്നാനം നടത്തിയത്. എന്താ കാരണം? പൂർണ്ണമായും സ്നാനാർത്ഥി വെള്ളത്തിൽ മുങ്ങണം. ഇതൊന്നും അത്ര വലിയ കാര്യമൊന്നുമല്ല എന്ന് പറയുന്നവരുണ്ട്. ദൈവത്തിൻ്റെ വചനത്തെ കാര്യമായി എടുക്കുന്നവർക്ക് മാത്രമേ ഇത് കാര്യമായിട്ട് തോന്നുകയുള്ളൂ. അല്ലാത്തവർക്ക് എന്തും ചെയ്യാം, ഏത് ആചാരത്തിൻ്റെയും പുറകിൽ പോകാം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ വചനത്തിന് പൂർണ്ണമായി വിധേയപ്പെടാൻ
ആ വചനം ഏത് രീതിയിലാണോ സ്നാനത്തെ നിർദ്ദേശിച്ചിരിക്കുന്നത് അതേ രീതിയിൽ സ്നാനപ്പെടാനായിരിക്കും അവൻ്റെ ആഗ്രഹം. അല്ലാതെ ഈ പാരമ്പര്യ സഭകൾ നടത്തുന്ന ഒരു ചടങ്ങിൽ അവൻ ഒരിക്കലും തൃപ്തനായി തീരുകയില്ല. നാം ഇപ്പോൾ സ്നാനം ആർക്കാണ് എന്നുള്ള കാര്യം ചിന്തിച്ചു. ഇനി സ്നാനം നടത്തേണ്ടത് വെള്ളത്തിൽ പൂർണ്ണമായിട്ട് മുങ്ങിയാണോ അതും നാം ചിന്തിച്ചു. വചനം കാണിച്ചു തരുന്ന മാതൃക പൂർണ്ണമായിട്ടും വെള്ളത്തിൽ മുങ്ങിയിട്ടുള്ളതാണ്. ഇന്നത്തെ ശിശുസ്നാന രീതി ഒരിക്കലും വചനവുമായി പൊരുത്തപ്പെടുന്നതല്ല. അത് മനുഷ്യൻ തൻ്റെ സൗകര്യത്തിന് കണ്ടുപിടിച്ചതാണ്. ഇനിയും എന്തിനാണ് ഒരുവൻ സ്നാനം സ്വീകരിക്കുന്നത്? അത് നമുക്കൊന്ന് വിശദമായി ചിന്തിക്കാം. റോമാലേഖനം 6-ാം അധ്യായം അതിൻ്റെ 1 മുതൽ വായിക്കുകയാണ്. റോമാലേഖനം 6-ാം അധ്യായം. പലരും ഈ ഭാഗം വായിക്കുന്നുണ്ടെങ്കിലും അവർക്കത് മനസ്സിലാകുന്നില്ല. അവിടെ എഴുതിയിരിക്കുന്നു, ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ? ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായി നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. ഈ വാക്യങ്ങൾ നമുക്ക് ശാന്തമായിട്ട് ചിന്തിക്കാം. 1-ാം വാക്യത്തിൽ പറയുന്നത്, ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ? ഒരു നാളും അരുത്. യേശുക്രിസ്തു മുഖാന്തരമാണ് കൃപയും സത്യവും ഈ ലോകത്തിലേക്ക് വന്നത്. ക്രിസ്തുവിൻ്റെ ആ ക്രൂശ് മരണത്തിലൂടെ എല്ലാവർക്കും സൗജന്യമായി രക്ഷ ഒരുക്കിയിരിക്കുകയാണ്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്ന് തീത്തോസിൻ്റെ ലേഖനത്തിൽ കാണാം. എന്നാൽ ഈ കൃപ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത്? ദൈവം എനിക്ക് വേണ്ടത്ര കൃപ തരും, എന്ത് പാപം ചെയ്താലും അങ്ങ് ക്ഷമിക്കും, അതിനു വേണ്ടിയല്ല. ഞാൻ എന്ത് പാപം ചെയ്താലും ദൈവം ക്ഷമിച്ചുകൊള്ളും, ദൈവം എനിക്ക് കൃപ തരും, അതിനു വേണ്ടിയല്ല. കാരണം കൃപയൊരിക്കലും പാപം ചെയ്യാനുള്ളൊരു ലൈസൻസ് ആക്കി തീർക്കരുത് എന്നാണ് ഇതിൻ്റെ മുൻഭാഗത്തും അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ? ഇനി 2-ാം വാക്യത്തിൽ, ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? ഈ റോമാലേഖനം 6-ാം അധ്യായത്തിലാണ് സ്നാനത്തെക്കുറിച്ച് വളരെ വ്യക്തമായി, സ്നാനം എന്തിനാണ് ഒരുവൻ സ്വീകരിക്കേണ്ടത്, അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. പാപസംബന്ധമായി മരിച്ചവരായി നാം, ഒരുവൻ സ്നാനത്തിനായിട്ട് തയ്യാറാകുമ്പോൾ അവൻ മരിച്ച വ്യക്തിയാണ്, അക്ഷരാർത്ഥത്തിലല്ല, പാപസംബന്ധമായി. ഇനി മദ്യപിക്കുന്നവനാണെങ്കിൽ, ഭാര്യയെ അസഭ്യം പറയുന്ന വ്യക്തിയാണെങ്കിൽ, മറ്റുള്ളവരോട് കോപിക്കുകയും ആക്രോശിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ, സാമ്പത്തികമായി അവൻ്റെ ബിസിനസ് മേഖലയിൽ അവൻ ഒരുപാട് സൂത്രങ്ങളും തട്ടിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനവൻ മരിക്കണം. അങ്ങനെയുള്ളവരെ സ്നാനപ്പെടുത്താൻ മാത്രമേ വിശുദ്ധ ബൈബിൾ നിർദ്ദേശിക്കുന്നുള്ളൂ. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അപ്പോൾ ഒരുവന് പാപസംബന്ധമായി മരിക്കാൻ ആഗ്രഹമില്ല എങ്കിൽ, ലളിതമായി പറഞ്ഞാൽ മാനസാന്തരപ്പെട്ട വിശുദ്ധ ജീവിതം ജീവിക്കുവാൻ ഒരുവന് മനസ്സില്ല എങ്കിൽ ഒരിക്കലും അവൻ സ്നാനപ്പെടരുത്. ഇതുപോലെ ഈ മാനസാന്തരപ്പെടാത്ത പലരും സ്നാനപ്പെട്ടതുകൊണ്ടാണ് മറ്റുള്ളവർ അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ പലതും. അവർ സ്നാനപ്പെട്ട വ്യക്തി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. അതിൻ്റെ കാരണം അവർ ശരിക്കും മരിച്ചിട്ടില്ല, പാപസംബന്ധമായിട്ട് മരിക്കണം. അടുത്ത വാക്യം പറയുന്നു, അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, നാം സ്നാനം സ്വീകരിക്കുന്നത് കത്തോലിക്ക സഭ വിട്ട് യാക്കോബ സഭയിലേക്ക് ചേരാനോ അല്ലെങ്കിൽ യാക്കോബ സഭയിൽ നിന്ന് പെന്തക്കോസ്ത് സഭയിലേക്ക് പോകുവാനോ അല്ല, ഒരു സഭാ സംഘടനയോട് ചേരുവാനല്ല യഥാർത്ഥ സ്നാനം. ഇവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്നു, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം. ശിശുസ്നാനം വഴി സംഭവിക്കുന്നത് കത്തോലിക്ക സഭയോട് ചേരുന്നു. കത്തോലിക്ക സഭയിൽ അംഗത്വം കിട്ടണമെങ്കിൽ, തുടർന്നുള്ള കൂദാശകളൊക്കെ കുട്ടിക്ക് കൊടുക്കണമെങ്കിൽ ശിശുസ്നാനം നടന്നിരിക്കണം. കുട്ടിക്ക് വിശ്വാസമുണ്ടോ ഇല്ലയോ അത് വേറെ വശം. അവരുടെ ആ പ്രസ്ഥാനത്തിൽ അംഗത്വം ലഭിക്കണമെങ്കിൽ പ്രാഥമികമായും ഈ ചടങ്ങ് നടത്തിയിരിക്കണം. അതുകൊണ്ട് അതും ബൈബിളിൽ പറയുന്ന സ്നാനവും രണ്ടും ഒന്നാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അത് സംഘടനയോട് ചേരാനുള്ളൊരു ചടങ്ങാണ് ശിശുസ്നാനം. യാക്കോബ സഭയോടായാലും മർത്തോമ സഭയോടായാലും ആ സംഘടനയോട് അംഗത്വം ലഭിക്കാനാണ് അവർ നടത്തുന്ന ശിശുസ്നാനം. എന്നാൽ വചനപ്രകാരമുള്ള സ്നാനം,
നേരത്തെ പറഞ്ഞ ആ യോഗ്യതകളുള്ള ഒരു വ്യക്തി സ്നാനപ്പെടുമ്പോൾ അവിടെ പറയുന്നു, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും. ഒരു വ്യക്തി എന്തിന് സ്നാനപ്പെടുന്നു? യേശുവിനോട് ചേരുവാൻ. അപ്പോൾ ഒരു സംശയം ഉണ്ടായിരിക്കും, ഞാൻ യേശുവിനോട് ഐക്യമത്യപ്പെടാതെ അല്ലെങ്കിൽ സ്നാനപ്പെടാതെയും എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ലേ? ഇപ്പോൾ മർത്തോമ സഭയിൽ ധാരാളം വിശ്വാസികളുണ്ട്, CSI സഭയിൽ വിശ്വാസികളുണ്ട്, ധാരാളം പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവർ പറയും, ഞങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവ് എത്രയോ എൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കടന്നു വന്ന് എന്നെ സഹായിച്ചിട്ടുണ്ട്. യാതൊരു സംശയവുമില്ല. ഒരു കത്തോലിക്ക സഹോദരനും സ്നാനപ്പെടാത്ത അവസ്ഥയിൽ പ്രാർത്ഥിച്ചാലും കർത്താവ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തു എന്ന് വരാം. സ്നാനപ്പെടണം എന്നുള്ള വ്യവസ്ഥ വയ്ക്കാതെ തന്നെ അവൻ്റെ കാര്യങ്ങൾക്ക് സങ്കടത്തിന് ഉത്തരം നൽകിയെന്ന് വരാം. എന്താണ് കാരണം? ദുഷ്ടൻ്റെ മേലും ശിഷ്ടൻ്റെ മേലും ദൈവ അനുഗ്രഹങ്ങൾ കൊടുക്കുന്നുണ്ട്. നാം സ്നാനപ്പെടുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് അടുത്ത് വരികയാണ്, സംശയമില്ല. പക്ഷെ സ്നാനപ്പെടുമ്പോൾ നമ്മൾ അടുക്കുകയല്ല, ക്രിസ്തുവുമായി ഒന്നായി തീരുകയാണ്. POC ബൈബിളിലെ ചേരുക എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം ഐക്യമത്യപ്പെടുക എന്നുള്ളതാണ്. സ്നാനപ്പെടുമ്പോൾ നാം ക്രിസ്തുവുമായി ഐക്യമത്യപ്പെടുന്നു. സ്നാനപ്പെടാതെ നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് വരാം, സ്നാനപ്പെടാതെ നമുക്ക് സുവിശേഷം അറിയിച്ചു എന്ന് വരാം, സ്നാനപ്പെടാത്ത അവസ്ഥയിലും നമ്മൾ സുവിശേഷം പറയുമ്പോൾ മറ്റൊരു വ്യക്തി അത് അംഗീകരിച്ചു എന്ന് വരാം. നല്ല കാര്യം തന്നെയാണ് അത്. അപ്പോഴൊക്കെ നമ്മൾ കർത്താവിനോട് അടുത്തിട്ടുണ്ട്. പക്ഷേ സ്നാനപ്പെടുമ്പോൾ സംഭവിക്കുന്നത് നാം യേശു ക്രിസ്തുവിനോട് ചേരുകയാണ്, ഐക്യമത്യപ്പെടുകയാണ്. ഈ കാര്യം നമ്മൾ വ്യക്തമായിട്ട് ഓർക്കണം. പലരും പറയുന്നത് ഇതാണ്, സ്നാനം ഒഴിവാക്കാനുള്ളൊരു കുറുക്ക് വഴി സ്നാനപ്പെടാതെയും എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തന്നിട്ടുണ്ടല്ലോ എന്നാണ്. തന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ സ്നാനപ്പെടുമ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യമത്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വചനം പറയുകയാണ്, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. ഇനി സ്നാനത്തിൻ്റെ രണ്ടാമത്തെ ഉദ്ദേശം, അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഒന്ന്, യേശുവിനോട് ചേരുവാൻ. രണ്ട്, അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു കാൽവരി കുരിശിൽ മരിച്ചു. നമ്മളാരും അത് കണ്ടിട്ടില്ല. എന്നാൽ സ്നാനപ്പെടുമ്പോൾ അവൻ്റെ മരണത്തിൽ നമുക്ക് പങ്കാളിത്തം ലഭിക്കുകയാണ് ചെയ്യുന്നത്. അതിലൊരു ഷെയർ, അവൻ്റെ മരണത്തിൽ പങ്കാളികളാകാൻ. ഇനി എന്താണ് ആ മരണം എന്നുള്ളത് ഒന്നുകൂടി താഴെ വിശദമാക്കുന്നുണ്ട്. ഈ വാക്യം നമ്മോട് ചോദിക്കുന്നത്, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? റോമാ സഭയിലെ വിശ്വാസികൾക്കാണ് ഈ ലേഖനം എഴുതുന്നത്. ആ സഭയിലെ വിശ്വാസികൾ സ്നാനപ്പെട്ടവരാണ്. ആ സ്നാനപ്പെട്ട അവർക്കൊക്കെ ഒരു കാര്യം അറിയാം, ഞങ്ങൾ സ്നാനപ്പെട്ടിരിക്കുന്നത് യേശുവിനോട് ചേരുവാനാണ്. ഞങ്ങൾ സ്നാനപ്പെട്ടിരിക്കുന്നത് യേശുവിൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാനാണ്. ഈ കാര്യം നിങ്ങൾ അറിയുന്നില്ലയോ എന്നാണ് അപ്പസ്തോലൻ ചോദിക്കുന്നത്. എന്നാൽ ഇന്ന് കത്തോലിക്ക സഭയിലെ യാക്കോബ് സഭയിലെ ഒരു വ്യക്തിയോട് നീ എന്തിനാ ശിശുസ്നാനം സ്വീകരിച്ചതെന്ന് ചോദിച്ചാൽ പലർക്കും അറിയില്ല. എന്നാൽ ഈ അറിവ് പ്രാപിച്ചവർ മാത്രമേ സ്നാനപ്പെടാവൂ. ഞാൻ സ്നാനപ്പെടുന്നത് ക്രിസ്തുവിനോട് ചേരുവാനാണ്. ഞാൻ സ്നാനപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാനാണ്. ഈ ഒരു ബോധ്യം ഒരുവന് എന്ന് ലഭിക്കുന്നുവോ ആ ഒരു അറിവ് പ്രാപിക്കുന്നവനെയാണ് സ്നാനപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് ശിശുസ്നാനം തികച്ചും വചനവിരുദ്ധമാണ്. ശിശുവിന് ഞാൻ യേശുവിനോട് ചേരുവാനാണ് സ്നാനപ്പെടുന്നത്, ഞാൻ യേശുവിൻ്റെ മരണത്തിൽ പങ്കാളിയാകുവാനാണ് സ്നാനപ്പെടാൻ പോകുന്നത്, ഇതൊന്നും ആ ശിശുവിന് അറിയുകയില്ല. ശിശുസ്നാനമെല്ലാം പിന്നീട് കടന്നു വന്ന ആചാരങ്ങളാണ്. ഈ ബൈബിൾ, ഈ അപ്പസ്തോലനായ പൗലോസ് ഈ ലേഖനം എഴുതുമ്പോഴൊന്നും ശിശുസ്നാനം എന്നുള്ളൊരു കാര്യമേ അവിടെ സംഭവിച്ചിരുന്നില്ല. ഇനി 4-ാം വാക്യം, അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. അപ്പം സ്നാനത്തിൽ സംഭവിക്കുന്നത് ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളികളാകുന്നു, മാത്രമല്ല അവനോടുകൂടെ കുഴിച്ചിടപ്പെടുകയാണ്. നമുക്കറിയാം, സാധാരണ ഒരു ശവത്തെ മാത്രമേ സംസ്കരിക്കുകയുള്ളൂ, കുഴിച്ചിടുകയുള്ളൂ. ജീവനുള്ള ഒരാളെയും കുഴിച്ചിടുകയില്ല. അങ്ങനെ കുഴിച്ചിട്ടാൽ അത് പാപവുമാണ്. ഇതുപോലെ പാപസംബന്ധമായിട്ട് ഒരുവൻ മരിച്ചിരിക്കണം. ഇനി ഞാൻ പാപത്തിൻ്റെ വഴിയിലൂടെ പോവുകയില്ല, അതിനായിട്ട് ഒരു ഒരുക്കവും താല്പര്യവും ഉണ്ടായിരിക്കണം. ഒരിക്കലും ഒരു ജീവനുള്ള മനുഷ്യൻ ആരെങ്കിലും അവനോട് പറയുകയാണ് നിന്നെ കുഴിച്ചിടാൻ പോവുകയാണെന്ന് പറയുമ്പോൾ അവൻ പറയും എന്നെ ഒരിക്കലും കുഴിച്ചിടരുത്. എന്നാൽ ഒരു ശവം
ആ ശവത്തെ കുഴിച്ചിടാൻ പോകുമ്പോൾ ശവം ഒരിക്കലും പ്രതികരിക്കുകയില്ല. ശവത്തിന് ന്യായമായിട്ടും വേണ്ടത് ഇനി കുഴിച്ചിടപ്പെടുക എന്നുള്ള കാര്യമാണ്. ഇന്ന് പലരും സ്നാനത്തിന് വിരോധമായി നിൽക്കുന്നതിൻ്റെ കാരണം ഞങ്ങൾ സ്നാനപ്പെടില്ല, ഞങ്ങൾക്ക് ശിശുസ്നാനം തന്നെ മതി. അതിനൊരു പ്രധാനപ്പെട്ട കാരണം അവർ പാപസംബന്ധമായി മരിച്ചിട്ടില്ല. അവർ പാപസംബന്ധമായി മരിച്ചിരുന്നുവെങ്കിൽ അവർ പറഞ്ഞേനെ എന്നെ കുഴിച്ചിടൂ എന്ന് പറഞ്ഞേനെ. എതിരെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം പാപസംബന്ധമായി ഒരു മരണം നടന്നിട്ടില്ല. അങ്ങനെ പാപസംബന്ധമായ മരണം നടക്കാത്ത ആരെയും സ്നാനപ്പെടുത്താനും പാടില്ല. ഓക്കെ, 4-ാം വാക്യം ഒന്നുകൂടി വായിക്കുന്നു. അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. ശ്രദ്ധിക്കുക, ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. എന്തിനാണ് സ്നാനം? ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. ജീവൻ്റെ പുതുക്കം എന്നുള്ളതിന് കുറച്ചുകൂടി മനസ്സിലാക്കാവുന്ന തർജ്ജമ POC-യിൽ കാണുന്നത് പുതിയ ജീവിതം നയിക്കേണ്ടതിന് തന്നെ എന്നാണ്. എന്തിനാണ് ഒരു വ്യക്തി സ്നാനപ്പെടുന്നത്? പുതിയ ജീവിതം നയിക്കുവാനാണ്. കാരണം അവൻ്റെ പഴയ ആ സ്വഭാവം, പാപസ്വഭാവത്തിന് അവൻ മരിച്ചു. ക്രിസ്തുവിനോട് കൂടെ അവൻ മരിച്ചു. അവനതാ അടക്കപ്പെട്ടു. ക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഇതുപോലെ ഇവൻ പാപസംബന്ധമായി മരിക്കുന്നു. പാപസംബന്ധമായി മരിച്ച അവൻ്റെ ശരീരത്തെ ജലമാകുന്ന കല്ലറയിൽ കുഴിച്ചിടുന്നു. തുടർന്ന് അവനൊരു ഉയർപ്പുണ്ട്. അവൻ ജലത്തിൽ മുങ്ങി അങ്ങനെ തന്നെ കിടക്കുകയില്ലല്ലോ, അവൻ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. അത് അവൻ്റെ ഉയർപ്പിനെയാണ് കാണിക്കുന്നത്. എന്തിനുള്ള ഉയർപ്പ്? പുതിയ ജീവിതം നയിക്കാനുള്ള ഉയർപ്പാണത്. അതുകൊണ്ട് ഒരിക്കലും ഒരു ശിശുവിനെ സ്നാനപ്പെടുത്താൻ പാടില്ല. കാരണം ശിശുവിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വിലയേറിയ ആത്മീയ സത്യങ്ങളൊന്നും ഗ്രഹിക്കുവാൻ കുഞ്ഞിനറിയുകയില്ല. അതുകൊണ്ട് ഇത് മനസ്സിലാക്കിയവർക്ക് മാത്രമേ സ്നാനം നൽകാവൂ. മനസ്സിലാക്കിയാൽ മാത്രം പോരാ, ഇത് അനുസരിക്കാനുള്ള വിധേയത്വം ഉണ്ടായിരിക്കണം. ഇന്ന് പലർക്കും സ്നാനം സത്യമാണെന്നൊക്കെ അറിയാം. യാക്കോബ സഭയിലും മർത്തോമ സഭയിലും CSI സഭയിലുള്ള പലരും കത്തോലിക്ക സഭാവിശ്വാസികളെക്കാൾ കൂടുതലായിട്ട് ബൈബിൾ വായിക്കുന്നത് കൊണ്ട് ശിശുസ്നാനം തെറ്റാണ്, സ്നാനപ്പെടണം എന്നവർക്കറിയാം. സത്യം അറിഞ്ഞാലും പലരും സ്നാനപ്പെടുന്നില്ല. കാരണം അവർ സ്നാനപ്പെട്ടാൽ അവർക്ക് ചിലത് നഷ്ടമാകും. ആ സഭയിലെ അംഗത്വം, അതുവരെ അവർ ആചരിച്ചിരുന്ന പലതും വിടേണ്ടി വരും. അവരെ സമൂഹം ഒറ്റപ്പെടുത്തും. അങ്ങനെയുള്ള മാനുഷികമായ ഭീതിയാൽ സത്യം അറിഞ്ഞിട്ടും ഒരു വിഭാഗം ക്രിസ്ത്യാനികൾ വചനത്തിലേക്ക് വരുന്നില്ല. എന്നാൽ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നീ 6-ാം വാക്യത്തിൽ 5-ന്റെ തന്നെ തുടർച്ചയായിട്ട് വായിക്കട്ടെ. ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കും. അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിക്കുക. അതെങ്ങനെയാണ്? സ്നാനത്തിലൂടെയാണെന്ന് നേരത്തെ മുകളിൽ വ്യക്തമാക്കി കഴിഞ്ഞു. അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടെ ഏകീഭവിക്കും. അപ്പോൾ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടെ ഏകീഭവിക്കണമെങ്കിൽ മരണത്തിൻ്റെ സാദൃശ്യത്തോടെ ഏകീഭവിക്കണം. അതുകൊണ്ട് സ്നാനപ്പെട്ടേ മതിയാകുകയുള്ളൂ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും എന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അതുകൊണ്ട് ഒരു ശിശുവിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളൊന്നും തിരിച്ചറിയുന്നില്ല. അപ്പം സ്നാനം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ മാമോദീസ. ആ വാക്കിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് വെള്ളത്തിൽ മുങ്ങുക എന്നുള്ളതാണ്. ഇന്ന് ശിശു സ്നാനം സ്വീകരിച്ച പലരും പറയാറുണ്ട് ഞങ്ങൾ മാമോദീസ മുങ്ങിയെന്ന്. വാസ്തവത്തിൽ മുങ്ങിയിട്ടില്ല. അവരുടെ തലയിൽ അല്പം വെള്ളം പുരോഹിതൻ ഒഴിച്ചു എന്നേ ഉള്ളൂ. മുങ്ങാതെ ആരെങ്കിലും കുളിക്കാൻ പോയിട്ട് അല്പം വെള്ളം തലയിൽ ഒഴിച്ചാൽ മുങ്ങി എന്ന് പറയുമോ? മുങ്ങുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് മുങ്ങുക. ആ വാക്കിൻ്റെ അർത്ഥം തന്നെ മുങ്ങുക എന്നുള്ളത്. ബാപ്റ്റിസോ എന്നാണ് മൂലപദം, മുങ്ങുക. നമ്മളിതിൻ്റെ വാക്കിൻ്റെ മൂലപദങ്ങളും പിതാക്കന്മാർ എന്തൊക്കെ പഠിപ്പിച്ചു എന്നുള്ള രേഖകളും പരിശോധിക്കുന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് വിശുദ്ധ ബൈബിളിൽ വ്യക്തമായിട്ട് ആരെ സ്നാനപ്പെടുത്തണം, എന്തിനെ സ്നാനപ്പെടുത്തണം, ആ കാര്യങ്ങൾ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നു. കാരണം ഇതാണ് ശാശ്വതം. ഇനിയും നമുക്ക് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 38-ാം വാക്യത്തിൽ അപ്പസ്തോലൻ പത്രോസ് പറഞ്ഞ് നമ്മൾ നേരത്തെ വായിച്ചു കേട്ടതാണ്. അതായത്
നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. അപ്പോൾ മാനസാന്തരപ്പെടണം. ഇനി ഒരു ശിശുവിനെ ഒരിക്കലും സ്നാനപ്പെടുത്താൻ പാടില്ല. എന്താ കാരണം? അതിൻ്റെ കാരണം ഇപ്പോൾ വ്യക്തമായിട്ടുണ്ടാകും. ഒരിക്കലും ശിശുവിന് ഈ കാര്യങ്ങൾ അംഗീകരിക്കാനോ അറിയാനോ സാധിക്കുകയില്ല. ഇനി പാരമ്പര്യ സഭകൾ പറയുന്നൊരു ന്യായം, സ്നാനപ്പെടേണ്ട ശിശു വിശ്വസിച്ചില്ലെങ്കിലും ശിശുവിൻ്റെ മാതാപിതാക്കൾക്ക് വിശ്വാസം ഉണ്ടായാൽ മതി എന്നാണ്. ശിശുവിന് പകരം മാതാപിതാക്കൾ വിശ്വസിക്കുക. അങ്ങനെ ഒരു പുതിയ വിദ്യ ബൈബിളിൽ എവിടെയുമില്ല. പ്രിയമുള്ളവരെ, സ്നാനം എന്നുള്ളത് യേശുക്രിസ്തുവിനോട് ചേരുവാനാണ്. പുതിയ നിയമവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കൊരിന്ത്യ ലേഖനം പറയുന്നത്, നിങ്ങൾ ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായിട്ടിരിക്കുവാൻ ഞാൻ നിങ്ങളെ ക്രിസ്തുവുമായി വിവാഹ നിശ്ചയം നടത്തിയിരിക്കുന്നു. അപ്പോൾ ഒരു യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. മണവാളനും മണവാട്ടിയും തമ്മിലുള്ള അത്രയും അടുത്ത ബന്ധമാണ് ഒരു വിശ്വാസിയും ക്രിസ്തുവും തമ്മിൽ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മണവാട്ടിക്ക് ഈ മണവാളനെ സ്വീകരിക്കുവാൻ മനസ്സില്ലാതെ ഈ മണവാട്ടിയുടെ അപ്പനോ അമ്മയോ ഹൃദയം കൊണ്ട് വിശ്വസിച്ചതുകൊണ്ട് കാര്യമുണ്ടോ? അതായത് ഒരു ശിശുവിന് പകരമായിട്ട് ആ ശിശുവിൻ്റെ മാതാപിതാക്കൾ വിശ്വസിച്ചതുകൊണ്ട് കാര്യമില്ല. കാരണം ഇത് ഒരു വിവാഹബന്ധത്തെക്കാളും അപ്പുറമാണ്. അപ്പനമ്മയും പറയുകയാണ്, മക്കളെ നിങ്ങൾക്ക് പകരമായിട്ട് ഞങ്ങൾ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞാൽ അത് ശരിയാകുമോ? കല്യാണം വേറെ ആരും കഴിച്ചാൽ പറ്റില്ല, അവനവൻ തന്നെ കല്യാണം കഴിച്ചിരിക്കണം. ഇതേപോലെ തന്നെ ഒരാൾക്ക് പകരം മറ്റൊരാൾ വിശ്വസിച്ചാൽ കാര്യം നടക്കുകയില്ല. ഇപ്പോൾ ഈ ശിശുസ്നാനത്തിന് ന്യായീകരിക്കാനായിട്ട് പുതിയ പുതിയ വാദങ്ങളൊക്കെ പലരും കണ്ടുപിടിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിന് കീഴ്പ്പെടുക, സ്നാനപ്പെടുക എന്നുള്ളതല്ലല്ലോ പലരുടെയും ആഗ്രഹം. ചെയ്തുകൊണ്ടിരിക്കുന്ന പാരമ്പര്യങ്ങളും ആചാരങ്ങളും എങ്ങനെയെങ്കിലും ന്യായീകരിച്ച് വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്യുക എന്നുള്ളതാണ്. അവരിൽ ചിലർ പറയുന്നത്, ഇപ്പോൾ യേശുക്രിസ്തു മറ്റു ചിലരുടെ വിശ്വാസം നോക്കിയിട്ട് ചിലർക്ക് രോഗസൗഖ്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് വിശ്വാസമില്ലെങ്കിലും മറ്റുള്ളവർ വിശ്വസിച്ചാൽ മതി എന്നുള്ളതാണ്. പക്ഷേ രോഗസൗഖ്യത്തിൻ്റെ കാര്യം പോലെയല്ല ഈ സ്നാനത്തിൻ്റെ കാര്യം. കാരണം സ്നാനം ആർക്കാണ് വേണ്ടതെന്നും സ്നാനപ്പെടുന്ന വ്യക്തിക്ക് എന്താണ് യോഗ്യതകൾ വേണ്ടതെന്നും വിശുദ്ധ തിരുവെഴുത്ത് വ്യക്തമായിട്ട് പറയുമ്പോൾ രോഗസൗഖ്യത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് ശിശു സ്നാനത്തെ ന്യായീകരിക്കാൻ പോകുന്നത് പാപമാണ്. കാരണം രോഗസൗഖ്യം പോലെയല്ല ഈ സ്നാനം. സ്നാനം എന്നുള്ളത് ആര് എപ്പോൾ ആ സ്നാനത്തിന് വിധേയപ്പെടണമെന്ന് ദൈവം തന്നെ തൻ്റെ വചനത്തിലൂടെ കൽപ്പന തന്നിരിക്കുമ്പോൾ അതിനപ്പുറം നമ്മൾ പോകാനായിട്ട് പാടില്ല. ഇനിയും ശിശു സ്നാനത്തിന് ന്യായീകരിക്കാൻ മറ്റൊരു ബാലിശമായ വാദമുണ്ട്. ഒരു ശിശുവിന് മരുന്ന് കൊടുക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു, ഇതൊന്നും ശിശുവിൻ്റെ സമ്മതം നോക്കിയിട്ടല്ലല്ലോ കൊടുക്കുന്നത്. ഇതൊക്കെ മാതാപിതാക്കൾ അങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ശിശുവിന് സ്നാനം ഇതുപോലെ കൊടുക്കാം. അതുകൊണ്ട് ശിശു സ്നാനം ശരിയാണെന്നാണ് പറയുന്നത്. വചനത്തിൽ നിന്നൊരു വാക്യവും അതിനെ ന്യായീകരിക്കാനില്ല. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഭക്ഷണം, വസ്ത്രം, വിദ്യാഭ്യാസം ഇതുപോലെയൊന്നുമല്ല ഈ സ്നാനത്തിൻ്റെ കാര്യം. ഇപ്പോൾ കുട്ടികൾക്ക് മാതാപിതാക്കൾ ചിലപ്പോൾ ഭക്ഷണം അമിതമായി കൊടുക്കുമ്പോൾ ദഹനക്കേടും ചിലപ്പോൾ കുട്ടികൾക്ക് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ശിശു സ്നാനത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഒരിക്കലും മരുന്ന് കൊടുക്കുന്ന കാര്യവും ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ പോകരുത്. കാരണം അത് ശാരീരികമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് മാതാപിതാക്കൾ കുട്ടികൾ ചില കാര്യങ്ങൾ ചെയ്യുന്നു, അത് ചെയ്തേ പറ്റൂ. പക്ഷേ സ്നാനം എന്നുള്ളത് അതിൻ്റെ മറവിൽ ചെയ്യാൻ പാടില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ സ്നാനം ആർക്കാണ് എന്തിനാണെന്നുള്ള ഉപദേശങ്ങൾ ബൈബിളിൽ കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. പിന്നെ ദൈവത്തിൻ്റെ കൽപ്പന നിഷേധിക്കുവാൻ ഒരു വ്യക്തി തീരുമാനിക്കുകയാണെങ്കിൽ അവന് ഒരുപാട് ന്യായീകരണങ്ങൾ ഇനിയും കണ്ടെത്താനായിട്ട് സാധിക്കും. ആ ശിശു സ്നാനത്തെ ന്യായീകരിക്കുവാൻ ചിലർ പറയുന്നത്, ബൈബിളിൽ ചില കുടുംബങ്ങൾ സ്നാനപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കുടുംബങ്ങൾ സ്നാനപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും കുടുംബത്തിൽ കുഞ്ഞുങ്ങളുണ്ടാകുമല്ലോ. ശിശു സ്നാനം അപ്പോൾ അവിടെ നടന്നിരിക്കണമെന്നാണ്. ഇവിടെ ബൈബിളിലെ ആകെ 5 കുടുംബങ്ങളുടെ സ്നാനത്തെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഒന്ന്, കൊർന്നലിയോസും ബന്ധുക്കളും സ്നാനപ്പെടുന്നതാണ്. അത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായം
1 മുതൽ 48 വരെ വാക്യങ്ങൾ വായിക്കണം. സമയക്കുറവുണ്ടത് വായിക്കുന്നില്ല. അവിടെ അപ്പസ്തോലനായ പത്രോസ് അവരുടെ സുവിശേഷം പറയുമ്പോൾ കൊർന്നേലിയോസിൻ്റെ ഭവനത്തിലുള്ളവരൊക്കെ ആ വചനം കേൾക്കുന്നു, വിശ്വസിക്കുന്നു, സ്നാനപ്പെടുന്നു. സ്നാനപ്പെടുന്നതിനേക്കാൾ മുമ്പ് തന്നെ പരിശുദ്ധാത്മാവിനാൽ അവർ അന്യഭാഷയിൽ സംസാരിക്കുന്നു. അവിടെ വചനം കേട്ട് വിശ്വസിച്ച് അന്യഭാഷ സംസാരിച്ച വ്യക്തികളെയാണ് അവിടെ സ്നാനപ്പെടുത്തുന്നത് എന്ന് ഈ 10-ാം അധ്യായം വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അവിടെ ഒറ്റ ശിശുവിനെയും സ്നാനപ്പെടുത്തിയില്ല. എന്താണ് കാരണം? ശിശുവിന് ഒന്നാമത് വിശ്വസിക്കുവാൻ, വചനം കേട്ട് വിശ്വസിക്കുവാനുള്ള പ്രാപ്തിയില്ല. 8 ദിവസം പ്രായമുള്ള ശിശുവിന് സംസാരിക്കാൻ ശേഷിയുണ്ടോ? ഇവർ അന്യഭാഷയിൽ സംസാരിച്ചവരാണ്. അതുകൊണ്ട് ആ കൊർന്നേലിയോസിൻ്റെ കുടുംബാംഗങ്ങൾ സ്നാനപ്പെട്ടപ്പോൾ ശിശുക്കളും സ്നാനപ്പെട്ടു. അതുകൊണ്ട് നമ്മുടെ ശിശുസ്നാനത്തിന് ന്യായീകരിക്കാം. അങ്ങനെ പറയുന്നത് തെറ്റാണ്. ഇനി രണ്ടാമത്തെ സ്നാനം ലിദിയായുടെ കുടുംബമാണ്. ലുദിയ എന്ന് സത്യവേദ പുസ്തകത്തിൽ കാണാം, ലിദിയ എന്ന് POCയിലും കാണാം. ലിദിയയുടെ സ്നാനത്തെക്കുറിച്ച് പറയുന്നത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം 15-ാം വാക്യത്തിലാണ്. എന്നാൽ ഇവിടെ ഈ സ്നാനപ്പെട്ടവർക്ക് പൗലോസ് ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം 40-ാം വാക്യത്തിലാണ്. സ്നാനപ്പെട്ടവർക്ക് ഉപദേശം കൊടുക്കുന്നത് 40-ാം വാക്യത്തിൽ നമുക്ക് കാണാം. അപ്പോൾ അവിടെയും ശിശുക്കൾ സ്നാനപ്പെട്ടിട്ടില്ല. കാരണം 8 ദിവസം പ്രായമായ ഒരു കുഞ്ഞിനോട് ആരെങ്കിലും ഉപദേശം പറയുമോ? കേൾക്കാൻ വളരെ ബുദ്ധി വളർച്ചയുള്ളൊരു വ്യക്തിയോട് മാത്രമേ ഉപദേശം പറഞ്ഞു കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് ലുദിയ സ്നാനപ്പെട്ടപ്പോഴും 8 ദിവസം പ്രായമുള്ള കുഞ്ഞൊന്നും അവിടെ സ്നാനപ്പെട്ടിട്ടില്ല എന്ന് ഈ വാക്യങ്ങളോട് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ സ്നാനം കാരാഗൃഹ പ്രമാണിയുടെ കാവൽക്കാരൻ്റെ കുടുംബമാണ്. അത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം 31 തൊട്ട് 34 വരെയുള്ള വാക്യങ്ങളാണ്. അവിടുത്തെ സന്ദർഭം ഇതാണ്. അപ്പസ്തോലനായ പൗലോസും സീലാസും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുന്നു. അർദ്ധരാത്രികൾ അവർ ദൈവത്തെ ആരാധിക്കുന്നു. കാരാഗൃഹത്തിൻ്റെ വാതിലുകൾ തുറക്കുകയാണ്. ചങ്ങല എല്ലാം തടവുകാരിൽ നിന്ന് അഴിഞ്ഞു വീഴുന്നു. അപ്പോൾ കാരാഗൃഹ പ്രമാണി വിചാരിച്ചു തടവുകാരൊക്കെ രക്ഷപ്പെട്ടിരിക്കും. അതുകൊണ്ട് ഇനി തന്നെ വിചാരണ ചെയ്ത് ശിക്ഷയ്ക്ക് വിധിക്കും. കാരണം ഇദ്ദേഹമാണല്ലോ, വാച്ച്മാനാണല്ലോ നോക്കേണ്ടത്. അപ്പോൾ ഇത് ആത്മഹത്യക്കായിട്ട് തുനിയുമ്പോൾ അപ്പസ്തോലനായ പൗലോസ് അദ്ദേഹത്തോട് പറഞ്ഞു, നീ സാഹസമൊന്നും കാണിക്കരുത്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അത് പറഞ്ഞപ്പോൾ ഉടനെ ഇവൻ ആത്മഹത്യാ ശ്രമം മാറ്റിവെച്ചു. അദ്ദേഹം സുവിശേഷം വിശ്വസിക്കുകയാണ്. മാത്രമല്ല തുടർന്ന് ഈ കാരാഗൃഹ പ്രമാണി ഈ പൗലോസിനെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ പൗലോസ് ഉടനെ തന്നെ അവിടെ ഒരു സ്നാനമല്ല നടത്തിയത്. ആദ്യം പൗലോസ് ആ വീട്ടിലുള്ളവരോട് വചനം പ്രസ്താവിച്ചു. വചനം പറഞ്ഞപ്പോൾ അവർ വിശ്വസിച്ചു. തുടർന്ന് അവരെ സ്നാനപ്പെടുത്തി. മാത്രമല്ല സ്നാനപ്പെട്ടപ്പോൾ ദൈവത്തിൽ വിശ്വസിച്ചതിൽ ആ കുടുംബം ഒന്നടങ്കം ആനന്ദിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരു 8 ദിവസം പ്രായമുള്ള ശിശുവിനെ എങ്ങനെ സ്നാനപ്പെട്ടതിൽ സന്തോഷിക്കാൻ സാധിക്കും? സാധാരണ ശിശു സ്നാനം ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ വാ വിട്ട് കരഞ്ഞിട്ടാണ് പല കുഞ്ഞുങ്ങളും ഈ ശിശു സ്നാനം സ്വീകരിക്കുന്നത്. കാരണം തലയിൽ പെട്ടെന്ന് ഈ തണുത്ത വെള്ളം വീഴുമ്പോൾ കുഞ്ഞുങ്ങൾ അസ്വസ്ഥരാകും, അവർ കരയാൻ തുടങ്ങും. എന്നാൽ വാ വിട്ട് കരഞ്ഞുകൊണ്ട് സ്വീകരിക്കേണ്ട ഒന്നല്ല ഈ സ്നാനം. ഇത് സന്തോഷത്തിൻ്റെ ഒരു പ്രതീകമാണ്. യേശുക്രിസ്തു കൽപ്പിച്ചൊരു കൽപ്പന, അത് ഒരുവൻ അംഗീകരിക്കുകയാണ്. മാത്രമല്ല ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുകയാണ് സ്നാനത്തിലൂടെ. അത് ഏറ്റവും ശ്രേഷ്ഠവും സന്തോഷവുമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് കരഞ്ഞിട്ടല്ല ഇത് സ്വീകരിക്കേണ്ടത്. പക്ഷേ പാരമ്പര്യം കടന്നു വന്നപ്പോൾ ഈ ശിശുസ്നാനം സ്വീകരിച്ചവർക്ക് സ്നാനപ്പെട്ടതിൻ്റെ ഒരു ആനന്ദം അനുഭവിച്ചിട്ടില്ല അവർ. എന്നാൽ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ ഇന്ന് കേട്ട് മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ വചനപ്രകാരം ജലത്തിൽ മുങ്ങാൻ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ യഥാർത്ഥ കൽപ്പന അനുസരിച്ചതിലുള്ള ആ സന്തോഷം പരിശുദ്ധാത്മാവ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഹൃദയങ്ങളിൽ പകരും, യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇവിടെ കാരാഗൃഹ പ്രമാണിയുടെ കുടുംബത്തിൽ ശിശുവിനെ സ്നാനപ്പെടുത്തിയില്ല എന്ന് വ്യക്തം. അവിടെയുള്ള ശിശുക്കളെയാണ് സ്നാനപ്പെടുത്തേണ്ടതെങ്കിൽ ആരോടും വചനം പറയേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. കാരണം എട്ടും പൊട്ടും തിരിച്ചറിയാത്ത ശിശുവിനോട് ആരെങ്കിലും വചനം പ്രസംഗിക്കുമോ? അതുകൊണ്ട് അത് കേൾക്കാനും മനസ്സിലാക്കാനും തയ്യാറുള്ളവരോട് വചനം പറഞ്ഞു. അവർ മാത്രം സ്നാനപ്പെട്ടു. അതുകൊണ്ട് കുടുംബ സ്നാനങ്ങളുടെ പേരിൽ ശിശു സ്നാനത്തിന് ന്യായീകരിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് ഒരു പാപമാണ്. പലരും അത് തിരിച്ചറിയുന്നില്ല. ഇനി അടുത്ത കുടുംബസ്നാനം ക്രിസ്പൂസിൻ്റെ കുടുംബമാണ്.
അത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 18-ാം അധ്യായം 8-ാം വാക്യത്തിൽ കാണാം. അവിടെയും വചനം കേട്ട് വിശ്വസിച്ച് അനേകരോടൊപ്പം സ്നാനപ്പെട്ടു എന്നാണ് കാണുന്നത്. അവരും വചനം കേട്ട് വിശ്വസിച്ചതിന് ശേഷമാണ് സ്നാനം സ്വീകരിച്ചത്. ഇനി 5-ാമത്തെ സ്നാനം സ്തേഫാനോസിൻ്റെ കുടുംബമാണ്. അത് 1 കൊരിന്ത്യർ 1-ാം അധ്യായം 16 അപ്പസ്തോലനായ പൗലോസാണ് ഈ സ്തേഫാനോസിൻ്റെ കുടുംബത്തെ സ്നാനപ്പെടുത്തിയത്. ഇവിടെ സ്നാനമേറ്റയുടെ പ്രത്യേകത അവിടെ പറയുന്നുണ്ട്. അത് 1 കൊരിന്ത്യർ 16:15 അവിടെ പറയുന്നത്, ഇവിടെ സ്നാനമേറ്റവർ വിശുദ്ധരുടെ ശുശ്രൂഷയ്ക്കായി തങ്ങളെ തന്നെ സമർപ്പിച്ചവർ എന്നാണ്. അവർ സ്നാനപ്പെട്ടു എന്ന് മാത്രമല്ല, അവർ തുടർന്ന് വിശുദ്ധരുടെ ശുശ്രൂഷയ്ക്കായി അവരെ തന്നെ സമർപ്പിച്ചു. അപ്പോൾ ഒരു ശിശുവിനെ എങ്ങനെ വിശുദ്ധരെ ശുശ്രൂഷിക്കുവാനായിട്ട് സാധിക്കും? ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് ഈ 5 കുടുംബങ്ങളിലും ശിശുസ്നാനമല്ല നടന്നത്. വചനം കേട്ട് വിശ്വസിക്കുവാൻ, അത് അംഗീകരിക്കുവാൻ മനസ്സുള്ളവരാണ് അവിടെ സ്നാനപ്പെട്ടത്. പാരമ്പര്യ ക്രൈസ്തവ സഭകളുടെ പുസ്തകത്തിൽ തന്നെ ഈ ശിശുസ്നാനം ആദിമ നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ കത്തോലിക്ക സഭയുടെ ചരിത്രം എഴുതിയ കത്തോലിക്ക സഭയുടെ തന്നെ ഒരു ഗ്രന്ഥകർത്താവാണ് സേവ്യർ കൂടപ്പുഴ, ഡോക്ടർ സേവ്യർ കൂടപ്പുഴ. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് തിരുസഭാ ചരിത്രം. അത് കത്തോലിക്ക സഭയുടെ ആധികാരിക ഗ്രന്ഥമാണ്. അതിൽ പറയുന്നത്, പുതിയ നിയമത്തിൽ ശിശു മാമോദീസയെക്കുറിച്ച് നേരിട്ടുള്ള പരാമർശനങ്ങൾ ഒന്നും തന്നെ ഇല്ല. അത് കത്തോലിക്ക സഭയിലെ ആധികാരികമായ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇനിയും അത് 1984 പ്രസിദ്ധീകരിച്ച ആ പുസ്തകം പേജ് നമ്പർ 213 പറയുന്നുണ്ട്. പാസ്റ്ററൽ ഓറിയന്റേഷൻ സെന്റർ കൊച്ചി പ്രസിദ്ധപ്പെടുത്തിയ ആ പുസ്തകത്തിൻ്റെ പേര് വെളിച്ചത്തിൻ്റെ മക്കൾ എന്നാണ്. അതിൽ പറയുന്നത്, ക്രിസ്തുവിൽ വിശ്വസിച്ചവരെ മാത്രമാണ് അപ്പസ്തോലന്മാർ സ്നാനപ്പെടുത്തിയതെന്നും 4-ാം നൂറ്റാണ്ട് ആയപ്പോഴേക്കുമാണ് ശിശുജ്ഞാനസ്നാനം പതിവായി മാറിയത് എന്നും ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും വചനോത്സവം എന്ന മാസികയിൽ വചനോത്സവത്തിൻ്റെ എഡിറ്റർ ഫാദർ അമ്പാട്ടുകുഴിയിൽ അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്, യേശുവിനെ കേൾക്കാതെയും അറിയാതെയും അനുഭവിക്കാതെയും എത്ര ലക്ഷക്കണക്കിന് ആളുകൾ മാമോദിസ സ്വീകരിച്ചാലും സഭാ കൂട്ടായ്മ വളരുകയല്ല, തളരുകയുള്ളൂ എന്ന് നമുക്ക് ബോധം വേണം. ഒരുവൻ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുമ്പോൾ ചിലർ പറയും, ഇത് 2-ാമത്തെ സ്നാനമാണ്, വീണ്ടും സ്നാനപ്പെടേണ്ട കാര്യമില്ല. എന്നാൽ വാസ്തവം എന്താ? അപ്പസ്തോല പ്രവർത്തനം 19-ാം അധ്യായത്തിലൊരു സംഭവമുണ്ട്. അവിടെ ചിലർ ഒരു സ്നാനം കഴിഞ്ഞവരാ. അവർ സ്വീകരിച്ച സ്നാനം യോഹന്നാൻ്റെ സ്നാനമായിരുന്നു. എന്നാൽ പൗലോസ് ചോദിച്ചു, നിങ്ങൾ സ്നാനപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയോ? അപ്പോൾ ഈ സ്നാനപ്പെട്ടവർ പറയുകയാണ്, പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നത് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല. പിന്നെ നിങ്ങൾ എന്ത് സ്നാനം സ്വീകരിച്ചതെന്ന് പറഞ്ഞിട്ട് അവരെ യേശുവിൻ്റെ നാമത്തിൽ വീണ്ടും സ്നാനപ്പെടുത്തുന്നുണ്ട്. ഒരിക്കൽ സ്നാനം കഴിഞ്ഞവരാണ്, പക്ഷേ അത് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം അല്ലാത്തത് കൊണ്ട് അവരെ വീണ്ടും സ്നാനപ്പെടുത്തുകയാണ്. അത് നമ്മൾ കാണുന്ന അപ്പസ്തോല പ്രവർത്തനം 19-ാം അധ്യായം 1 മുതൽ 5 വരെ. അതുകൊണ്ട് നാം സ്വീകരിച്ച സ്നാനം ശിശുസ്നാനമോ മറ്റെന്തെങ്കിലും സ്നാനമോ ആകട്ടെ, എത്ര തവണ നമ്മൾ ശിശുസ്നാനം സ്വീകരിച്ചാലും ദൈവവചനപ്രകാരമല്ലാത്തത് കൊണ്ട് അതൊന്നും ദൈവം അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഒരിക്കൽ സ്നാനപ്പെട്ടവർ ഇവിടെ വീണ്ടും സ്നാനപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നത്. എന്നാൽ ചിലരിതിന് പരിഹസിക്കും, ഒരിക്കൽ ശിശുസ്നാനം സ്വീകരിച്ചതല്ലേ പിന്നെ എന്തിനാണ് വീണ്ടും സ്നാനപ്പെടുന്നത്? ഒരിക്കൽ ശിശുസ്നാനം സ്വീകരിച്ചത് ജനിച്ചു വളർന്ന സഭയുടെ അംഗത്വത്തിന് വേണ്ടിയായിരുന്നു. എന്നാൽ വചനപ്രകാരം സ്നാനം സ്വീകരിക്കുന്നത് ഏതെങ്കിലും സഭാ സംഘടനയിൽ അംഗത്വം കിട്ടാനായിട്ടല്ല, മറിച്ച് യേശു ക്രിസ്തുവിനോട് ഐക്യമത്യപ്പെടാൻ വേണ്ടിയാണ്. പാനം ചെയ്യുവാൻ കഷ്ടതയിൻ പാനപാത്രം അവൻ കൂടെ, സ്നാനമേൽപ്പാൻ കൃപ നൽകി പ്രീതിയായവൻ. പാനം ചെയ്യുവാൻ കഷ്ടതയിൻ പാനപാത്രം അവൻ കൂടെ, സ്നാനമേൽപ്പാൻ കൃപ നൽകി പ്രീതിയായവൻ. മരിച്ചു ഞാൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ, മരിച്ചു ഞാൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ, മഹത്വമായി ജീവിച്ചിടാൻ മഹിമയിന്നാവിയാലെ പാടും ഞാൻ പരമേശനു സതതം.
ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാവുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. ഇങ്ങനെ ഒരു സാക്ഷ്യം ഓരോ ക്രിസ്ത്യാനിക്കും പറയാനുണ്ടായിരിക്കും. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി. പണ്ട് അവൻ കൊന്തയെലിയിട്ടുണ്ടാകും, പണ്ട് മദ്യപിച്ചിട്ടുണ്ടാകും, പണ്ട് സ്വരൂപങ്ങളെ വണങ്ങുകയും പെരുന്നാൾ ആഘോഷങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാകും, വേണ്ടാത്ത വിഗ്രഹങ്ങളെയൊക്കെ ആരാധിച്ചിട്ടുണ്ടാകാം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ അവൻ്റെ അന്ധകാര കാലഘട്ടം കഴിഞ്ഞു. വചനത്തെക്കുറിച്ച് പരിജ്ഞാനമില്ലാതെ ഓരോ ചടങ്ങുകളുമായി നടന്നിരുന്ന പഴയ കാലഘട്ടത്തോട് വിട പറഞ്ഞ് ഇപ്പോൾ ഇതാ വചനം പാലിക്കുന്നു. അവൻ്റെ ജീവിതം ഇരുട്ടായിരുന്നു അതുവരെ, ഇപ്പോൾ അത് വെളിച്ചമായി. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. ഇന്ന് പലരും പുതിയ സൃഷ്ടിയായി എന്നൊക്കെ അവകാശപ്പെടും. ഞങ്ങൾ ധ്യാനം കൂടി മാനസാന്തരപ്പെട്ടു. പക്ഷേ അവർ പഴയത് പലതും ഉപേക്ഷിച്ചിട്ടില്ല. ആ വചനവിരുദ്ധമായ കൊന്തയും സ്വരൂപ വണക്കവും കുർബാന എന്ന് ആവർത്തിച്ചിട്ടുള്ള പാവപരിഹാര ബലിയും വചനത്തിന് വിരുദ്ധമായ മറ്റ് ഒട്ടനേകം ചടങ്ങുകളും അവർ കൂട്ടത്തിൽ കൊണ്ടു നടക്കുകയാണ്. എന്നിട്ട് അവർ അവകാശപ്പെടുന്നത് ഞങ്ങളും ധ്യാനം കൂടി മാനസാന്തരപ്പെട്ടു എന്നാണ്. എന്നാൽ ഇവിടെ ഒരുവൻ ക്രിസ്തുവിലായാൽ ഒരു നവീകരണമല്ല നടക്കുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി. ധ്യാനത്തിലൊക്കെ നമ്മൾ കാണുന്നത്, കരിസ്മാറ്റിക് ധ്യാനത്തിൽ ഉള്ളതിനെ തന്നെ നവീകരിക്കുകയാണ്. ഒരു കൊന്ത ചെല്ലുന്നവനെ കൊണ്ട് 3 കൊന്ത ചെല്ലിപ്പിക്കുക, ഒരു കുർബാന കാണുന്നവനെ കൊണ്ട് കുറേ കൂടി കുർബാന കാണുന്ന ഒരു ശീലത്തിലേക്ക് കൊണ്ടുവരിക, ഉള്ളതിനെ തന്നെ മെച്ചപ്പെടുത്തുക. എന്നാൽ വചനം അതല്ല പറയുന്നത്, പഴയത് കഴിഞ്ഞുപോയി, ഇതാ എല്ലാം പുതുതായിരിക്കുന്നു. ഒരുവൻ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ ദൈവവചനത്തിന് വിരുദ്ധമായ എല്ലാ ആചാരത്തോടും അനുഷ്ഠാനങ്ങളോടും പാപത്തോടും അവൻ വിട പറഞ്ഞിരിക്കും. കാരണം ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണ്. പുതിയ സൃഷ്ടിയായാൽ പിന്നെ അവന് അതുവരെയുള്ള അവൻ്റെ സഭ, വചനവിരുദ്ധമായിട്ടുള്ള പാരമ്പര്യ സഭ ഒന്നും ഉപേക്ഷിക്കാൻ അവന് ബുദ്ധിമുട്ടുണ്ടായിരിക്കുകയില്ല. കാരണം അവനൊരു കാര്യം ഇനി ബോധ്യമായി, ഇനി പഴയതൊന്നും തന്നെ, ക്രിസ്തുവിൻ്റെ വചനത്തിന് നിരക്കാത്തതൊന്നും തന്നെ എൻ്റെ ജീവിതത്തിൽ ശേഷിപ്പിക്കരുത്. ഈ ബോധ്യം യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചവർക്കാണ് ഉണ്ടാകുക. പ്രൈസ് ദി ലോർഡ്. മർക്കോസ് 16:16 വിശ്വസിക്കുകയും സ്നാപനം സ്വീകരിക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, മറിച്ച് വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. കർത്താവായ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന അന്ത്യകൽപ്പനയാണ് ഇത്. ഏറ്റവും പ്രധാനപ്പെട്ട കർത്താവിൻ്റെ കൽപ്പന നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്നുള്ളതാണ്. എന്നാൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന അന്ത്യകൽപ്പനയാണ് നാം നേരത്തെ വായിച്ചു കേട്ടത്. നിങ്ങൾ ഭൂലോകത്ത് എല്ലായിടത്തും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കണം, വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. അപ്പോൾ ഇവിടെ സ്നാനത്തിന് 2 അർത്ഥമുണ്ട്. ഒന്ന് നമ്മുടെ ആത്മരക്ഷയുമായി ബന്ധപ്പെട്ടതാണ്, കർത്താവിൽ നിന്ന് ലഭിക്കേണ്ട പാപത്തിൻ്റെ ശിക്ഷാവധിയിൽ നിന്നുള്ളൊരു മോചനം. എന്നാൽ അതേസമയം തന്നെ നമ്മുടെ ആത്മരക്ഷ മാത്രമല്ല സ്നാനത്തിൽ ഉൾക്കൊള്ളുന്നത്, മറിച്ച് ഈ ലോകത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്ന് രക്ഷിക്കപ്പെടുക. അനീതി നിറഞ്ഞ ലോകം, വചനത്തിന് വിരുദ്ധമായ പാരമ്പര്യ ആചാരങ്ങളുമായി ഞങ്ങളും ക്രിസ്ത്യാനികൾ തന്നെയാണെന്ന് പറഞ്ഞ് നാമമാത്ര ക്രൈസ്തവരുടെ കപടഭക്തരുടെ ഒരു വിഭാഗം, അതിൻ്റെയൊക്കെ നടുവിൽ ഇനി ഇത്തരത്തിലുള്ള വ്യവസ്ഥിതിയുമായിട്ട് എനിക്ക് ബന്ധമില്ല, അതിൽ നിന്ന് ഞാൻ ഇനി രക്ഷിക്കപ്പെട്ട് ഇതാ ദൈവമക്കളുടെ കൂട്ടത്തിൽ ചേർന്നിരിക്കുന്നു, ദൈവരാജ്യത്തിലേക്ക് വന്നിരിക്കുന്നു, അതിൻ്റെ പ്രഖ്യാപനം കൂടിയാണ്. ഇനി ലോകത്തിൻ്റെ കളവും തട്ടിപ്പും വെട്ടിപ്പും വഞ്ചനയും ആ വ്യവസ്ഥിതിയിൽ ഞാൻ ജീവിക്കുകയില്ല, തിരുവചനപ്രകാരം വിശുദ്ധിയിൽ ഞാൻ ജീവിക്കും. ആ ഒരു വേർപാട് കൂടിയാണ് ഈ രക്ഷിക്കപ്പെടുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വീണ്ടും അപ്പസ്തോല പ്രവർത്തനത്തിൽ നമുക്ക് വായിക്കാം. അപ്പസ്തോല പ്രവൃത്തി 2-ാം അധ്യായം 37 മുതലുള്ള തിരുവചനങ്ങൾ. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പസ്തോലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷപ്പെടുവിൻ എന്ന് പറഞ്ഞു. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവൻ. ഇപ്പോൾ അപ്പസ്തലനായ പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സുവിശേഷ പ്രസംഗം നടത്തിയപ്പോൾ കേട്ടവർക്ക് പാപബോധമുണ്ടായി. അവർ ചോദിക്കുകയാണ്, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ പത്രോസ് പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായിട്ട് സ്നാനമേൽക്കണം, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ആദ്യം വേണ്ടത് സ്നാനപ്പെടുകയല്ല, മറിച്ച് മാനസാന്തരമാണ്. ഇന്ന് പലപ്പോഴും കത്തോലിക്ക സഭയിലൊക്കെ കാണുന്നത് മാനസാന്തരമൊന്നും വേണ്ട, 8 ദിവസമായി ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെ സ്നാനപ്പെടുത്തുക എന്നുള്ളതാണ്. അത് തികച്ചും വചനവിരുദ്ധമാണ്. ഒരുവൻ മാനസാന്തരപ്പെടാൻ ഒരുവന് മനസ്സുണ്ടെങ്കിൽ മാത്രമേ സ്നാനപ്പെടാവൂ.
കർത്താവായ യേശു ക്രിസ്തു 30-ാമത്തെ വയസ്സിലാണല്ലോ സ്നാനപ്പെട്ടത്. അതുകൊണ്ട് 30-ാമത്തെ വയസ്സുള്ളവരെയൊക്കെ സ്നാനപ്പെടുത്താനും ബൈബിൾ പറയുന്നില്ല. ഒരുവന് എന്നാണ് മാനസാന്തരം വരുന്നത്, എന്നാണ് അവന് വിശ്വാസം ക്രിസ്തുവിൽ വരുന്നത്, അപ്പോൾ മാത്രമേ അവന് സ്നാനപ്പെടാവൂ. ഈ സ്നാനം ലോകത്തിൽ നിന്നുള്ള ഒരു വേർപാടാണ് കാണുന്നത്. ഈ ലോകത്തിൽ മനോഹരങ്ങളായ പള്ളികളുണ്ട്, വളരെ പാരമ്പര്യം അവകാശപ്പെടുന്ന പടുകൂട്ടൻ പള്ളി കെട്ടിടങ്ങളുണ്ട്. ഞങ്ങളാണ് പത്രോസിൻ്റെ പിൻഗാമി എന്ന് അവകാശപ്പെടുന്നവരും, ഞങ്ങൾക്കാണ് ബൈബിൾ വ്യാഖ്യാനിക്കാനുള്ള കുത്തക ഞങ്ങളാണ്, പത്രോസിൻ്റെ മേൽ സ്ഥാപിച്ച സഭ ഞങ്ങളുടെ സഭയാണ് എന്നൊക്കെ ഈ ലോകത്തിൽ അവകാശവാദങ്ങളായിട്ട് പലരും കാണും. എന്നാൽ ഒരു ദൈവപൈതൽ അവനറിയും ഇതിൻ്റെ പിന്നിലുള്ള തന്ത്രം. കാരണം സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിലാണെന്നാണ് വചനം പറയുന്നത്. അപ്പോൾ ഈ ലോകം അതിലുള്ള ഒരാളെ പോലും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ അനുവദിക്കാതെ ഈ ലോകത്തിൻ്റെ പല സംഘടനാ സംവിധാനങ്ങളും കെട്ടിടങ്ങളുടെ ബഹുത്വവും അതിലുള്ള സാമൂഹ്യക്ഷേമ പ്രവർത്തകരുടെ എണ്ണവും ഒക്കെ കാണിച്ചിട്ട് പിശാച് പറയും, മോനെ നീ ഈ സഭയിൽ തന്നെ നിന്നാൽ മതി, നീ സഭയും മാറണ്ട, ഒന്നും മാറണ്ട, അല്പം പെരുന്നാളിനെ ഒന്ന് ഇടയ്ക്ക് മദ്യപിച്ചാലും കുഴപ്പമില്ല, ഒരു വെടിക്കെട്ട് കണ്ടാലോ ഒരു പെരുന്നാളിനെ അല്പം ഈ ലൈറ്റ് അലങ്കാരങ്ങളൊക്കെ കണ്ട് ഒരു സിനിമയും കണ്ട് ജീവിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്ന് പിശാച് പറയും. എന്നാൽ ഇവിടെ അപ്പസ്തലനായ പത്രോസ് പറയുന്നത്, നിങ്ങൾ പെരുന്നാൾ കൂടാനും അതുപോലെ തന്നെ വെടിക്കെട്ട് നടത്താനും വീട്ടിലേക്ക് അമ്പും വളയെടുക്കാനും എന്നല്ല പറയുന്നത്, അതൊക്കെ പൈശാചികം. പത്രോസ് പറയും, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് ദാനം ലഭിക്കും. എന്നിട്ട് പറയണം, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവൻ. ഈ തലമുറ വക്രതയുള്ള തലമുറയാണ്. തിരുവചനത്തിനെതിരായിട്ട് ധാരാളം ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ പിശാച് കണ്ടുപിടിച്ച് അത് പ്രചരിപ്പിക്കുവാനായിട്ട് മനുഷ്യരെയും മനുഷ്യ നേതാക്കളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ നാം വളരെ സൂക്ഷ്മബുദ്ധി ഉള്ളവരായിട്ട് മാറണം. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു കൽപ്പിച്ച ഈ സ്നാനത്തിലൂടെ ഞാൻ ഇനി ലോകക്കാരനല്ല, ക്രിസ്തുവിൻ്റെ പക്ഷക്കാരനാണ് എന്നുള്ളതിൻ്റെ പരസ്യമായ സാക്ഷ്യം കൂടിയാണ് ഈ സ്നാനം. വീണ്ടും നമുക്ക് സ്നാനത്തിന് സാദൃശ്യമായ ഒരു പഴയ നിയമ സംഭവത്തെക്കുറിച്ച് വായിച്ചു കേൾക്കാം. നോഹയുടെ കാലഘട്ടത്ത് ജനമൊക്കെ അഹങ്കാരി. നോഹ നീതി പ്രസംഗിയായിരുന്നു. മാനസാന്തരപ്പെടണമെന്ന് തീർച്ചയായിട്ടും അന്നത്തെ അഹങ്കാരികളോട് പ്രസംഗിച്ചിട്ടുണ്ടായിരിക്കണം. പക്ഷെ ആരും മാനസാന്തരപ്പെടാനായി തയ്യാറായില്ല. ഈ അഹങ്കാരികളായ ജനത്തെ നശിപ്പിക്കുവാനായിട്ട് ദൈവം തന്നെ തീരുമാനിക്കുകയാണ് ജലപ്രളയം വഴി. എന്നാൽ ഈ നോഹയെയും കുടുംബത്തെ രക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു പേടകം പണിയാനായിട്ട് പറയുന്നു. ദൈവത്തിൻ്റെ വചനം അതേപടി ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്ന സ്വഭാവമുള്ള നോഹ പേടകമുണ്ടാക്കി. ആ പേടകത്തിനകത്ത് ഭൂരിപക്ഷം പേരൊന്നും കയറിയില്ല. കേവലം 8 പേർ. നോഹ, ഭാര്യ, 3 മക്കൾ, 3 മരുമക്കൾ. എത്രയോ പേരുണ്ടായിരുന്നു, പക്ഷെ അവരാരും കയറിയില്ല. ഇന്ന് പലരും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, എത്ര പേര് ശിശുസ്നാനം ഏൽക്കുന്നു, എന്നിട്ട് ഇപ്പോൾ ഇവരൊക്കെ മരിച്ചാൽ പിന്നെ അവരും സ്വർഗത്തിൽ പോകില്ല എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. നമ്മൾ അങ്ങനെ തർക്കത്തിനും വാദത്തിനും വേണ്ടിയൊന്നുമല്ല ഇത്. എൻ്റെ ആത്മരക്ഷയ്ക്ക് ഞാൻ കർത്താവ് കൽപ്പിച്ച പ്രമാണം അനുസരിക്കണം എന്നുള്ളൊരു തീരുമാനം ഒരുവനുണ്ടായിരിക്കണം. നമുക്ക് ആ ഭാഗം വായിക്കാം. 1 പത്രോസ് 3:20-21. അവരാകട്ടെ മുമ്പ് നോഹിൻ്റെ കാലത്ത് പേടകം പണിയുടെ ഇടയ്ക്ക് ദൈവം ക്ഷമാപൂർവം കാത്തിരുന്നപ്പോൾ അനുസരിക്കാതിരുന്നവർ ആയിരുന്നു. അതിനാൽ കുറച്ചുപേർ, അതായത് 8 പേർ മാത്രം വെള്ളത്തിലൂടെ രക്ഷപ്പെട്ടു. ഇതിന് സാദൃശ്യമായ സ്നാപനം ഇപ്പോൾ നിങ്ങളെ രക്ഷിക്കുന്നു. ഇത് ശരീരത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ളതല്ല, യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിലൂടെ നിർമ്മലമായ മനസാക്ഷിക്കായി ദൈവത്തോടുള്ള ഒരു അപേക്ഷയാണ്. ഈ സ്നാനം നിങ്ങളെ രക്ഷിക്കുന്നുവെന്നും ഇത് ദൈവത്തോടുള്ള നിർമ്മലമായ മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയാണെന്ന് നമ്മൾ വായിച്ചു കേട്ടു. ഇത് കർത്താവിൻ്റെ അന്ത്യ കൽപ്പനയാണ്. നോഹയുടെ കാലഘട്ടം നോക്കുമ്പോൾ ജനം അതിനനുസരിച്ചിരുന്നില്ല. അവർ അഹങ്കാരികളായി അവരുടെ പാരമ്പര്യത്തിൽ ജീവിച്ചു. എന്നാൽ ഇതാ ജലപ്രളയം വന്നു. ജലപ്രളയം വന്നപ്പോൾ ജനങ്ങളെല്ലാം വെള്ളത്തിലാണ്. എന്നാൽ നോഹയും കുടുംബമാകട്ടെ പെട്ടകത്തിന് അകത്തും. ഈ വെള്ളം കാണിക്കുന്നത് ഈ ലോകത്തിൻ്റെ അവസ്ഥയാണ്. നാം സ്നാനപ്പെടുമ്പോൾ ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതിയിൽ നിന്ന് രക്ഷപ്പെട്ട് രക്ഷയുടെ പെട്ടകത്തിൽ അകപ്പെടുകയാണ്. നമ്മുടെ ചുറ്റും വെള്ളമുണ്ട്, പക്ഷേ നമ്മുടെ പെട്ടകത്തിൽ